ഇന്നത്തെ പ്രതിസന്ധിയെ കണ്ട് നീ ആരാധിക്കാതിരിക്കുന്നെങ്കിൽ, ഇന്നത്തെ പ്രതിസന്ധികളെ കണ്ട് നീ നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഇന്നലത്തെ പ്രതിസന്ധികളിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അതിന്റെ ബലത്തെ കെടുത്തി നിന്നെ സംരക്ഷിച്ച ദൈവം ഇന്നത്തെ കഷ്ടതയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരാതിരിക്കത്തില്ലെന്ന്. പീലാത്തോസേ, നീ അവനെ വിസ്തരിക്കാൻ നട്ടലുമൊക്കെ നിൽക്കത്തില്ലായിരുന്നു. കണ്ണിൽ ചോരയില്ലാത്ത പടയാളി പരീക്ഷകളെ നിങ്ങൾ അവനെ അടിക്കാൻ ചാട്ടമാറ് വെക്കത്തില്ലായിരുന്നു. അല്ലയോ ശതാധിപ, നീ അവന്റെ വിലാപ്പുറത്ത് കുത്തുവാൻ കുന്തം പൊക്കത്തില്ലായിരുന്നു. അവനെ പോലെ ശക്തനാരുണ്ട്? ഈ രണ്ട് വാക്യം ചേർത്ത് വെച്ചപ്പോൾ കൃത്യമായ ഉത്തരം എനിക്ക് കിട്ടി. ആ ഉത്തരം ഞാൻ പറയാം. എന്മയുടെ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ അറവിശാലയിൽ കന്നുകാലിയെ കൊണ്ടുപോകുന്നത് പോലെ തിന്മയുടെ മാരകമായ അനുഭവങ്ങളിലേക്ക് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ അവനറിയാതെ പിടിച്ചു കൊണ്ടുപോകുന്ന ഘടകമെന്ന് പറയുന്നത് മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഞങ്ങളുടെ ഗാനങ്ങളും പ്രഭാഷണങ്ങളുമൊക്കെ ശ്രദ്ധിക്കുന്ന ആദരണീയരായ എല്ലാ പ്രേക്ഷകരെയും വളരെ സന്തോഷത്തോടെ വന്ദനം ചെയ്യുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ രാത്രിയിലെ ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്ക് ആധാരമായിട്ട് പൗലോസ് തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനമാണ്. 2-ാം അധ്യായത്തിൻ്റെ 8-ാമത് വാക്യം. ആ വാക്യം പരസ്യമായിട്ട് നിങ്ങളെ ഞാനത് വായിച്ച് കേൾപ്പിക്കാം. കുറച്ച് കഴിയുമ്പോൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ കൂടെ വായിക്കും. ഗായക സംഘത്തിൽ ആരെങ്കിലും ഒരാൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം എടുത്ത് വെച്ചേക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആ വാക്യം വായിക്കണം. ഈ രാത്രിയിലെ പ്രഭാഷണത്തിന് ഉപോത്ബലകമായുള്ള കുറിവാക്യം ഞാൻ തന്നെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ നിങ്ങൾ ബൈബിൾ തുറക്കുക. പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം എടുക്കുക. 2-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ രാത്രി ആ വാക്യം വായിക്കാം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അത് ആകുന്നു എൻ്റെ സുവിശേഷം. ഒന്നുകൂടെ ആ വചനം ഞാൻ വായിക്കുന്നു. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അത് ആകുന്നു എൻ്റെ സുവിശേഷം. നല്ല വചനത്തിനായിട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ആ കണ്ണുകൾ ദൈവസന്നിധിയിൽ ഒരു നിമിഷം അടച്ച് തലകൾ വണക്കി ഈ വചനത്തിനായി നമുക്കൊരു നിമിഷം ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. എല്ലാ നാവിൽ നിന്നും സ്തോത്രങ്ങൾ ഉയരട്ടെ. ഈ ശാന്തമായ അന്തരീക്ഷത്തിൽ നമ്മുടെ കർത്താവ് പരിവാര സമുന്നതനായിട്ട് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ തിരുസാന്നിധ്യം അനുഭവിച്ചറിയുന്ന എല്ലാ ദൈവമക്കളും അല്പനിമിഷം നാവുകൾ തുറന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ഈ നല്ല രാത്രിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് പരിവാര സമുന്നതനായി ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായി സ്തോത്രം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ നിസ്തുല്യ വചനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഈ തിരുവെഴുത്തിലൂടെ ദേശത്തോടങ്ങ് സംസാരിക്കണമേ, ജനത്തോടങ്ങ് സംസാരിക്കണമേ. ഈ തിരുവെഴുത്തിൻ്റെ പൊരുളുകൾ ഞങ്ങൾക്ക് തിരിച്ചു തരേണ്ടതിന് പ്രിയ പരിശുദ്ധാത്മാവിൻ്റെ രാത്രിയിൽ തുണ നിൽക്കണമേ. സാധുവിൻ്റെ നാവിൽ ലാവണ്യം ഒരിക്കൽ കൂടെ പകരണമേ. ബലഹീനമായ നാവിനെ സമർത്ഥകനായി ലേഖകൻ്റെ എഴുത്തുകോലാക്കി മാറ്റണമേ. ബലഹീനമായ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദിവ്യബലം ഇന്ന് രാത്രി പകരപ്പെടണമേ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് രാത്രിയിൽ പകരപ്പെടണമേ. ഞങ്ങളെ ഒരുമിച്ച് ഇന്ന് രാത്രി അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ചിലരുടെ ഹൃദയത്തിൻ്റെ വാതിൽ യേശുവിന് വേണ്ടി തുറക്കപ്പെടുവാൻ, ചിലർ ഹൃദയത്തിൽ യേശുവിനെ നാഥനായി സ്വീകരിപ്പാൻ ഈ സന്ദേശം മുഖാന്തരമാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ
ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി, ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. ഈ രാത്രിയിലെ ദൈവവചനത്തിൻ്റെ പ്രഭാഷണത്തിന് ഉപോത്ബലകമായി നിങ്ങളെ പരിചയപ്പെടുത്തിയ വാക്യം നിങ്ങൾക്കേവർക്കും പരിചിതമാണെന്ന് കരുതുന്നു. വിശേഷിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്തൃദാസന്മാർക്ക് ഈ വാക്യം ഏറെ സുപരിചിതമാണ്. സുവിശേഷ പ്രഭാഷണത്തിന് എനിക്ക് ഒരുക്കപ്പെടുന്ന വേദികളിൽ ഞാൻ സാധാരണയായി സംസാരിക്കാറുള്ളൊരു വചനമാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നൂറുകണക്കിന് സന്ദേശങ്ങളൊന്നും ഈ കാലഘട്ടത്തോട് വിളംബരം ചെയ്യേണ്ടതിന് എൻ്റെ പക്കൽ ദൈവം തന്നിട്ടില്ല. എൻ്റെ ധ്യാനമുറിയിൽ ഈ കാലഘട്ടത്തോട് വിളംബരം ചെയ്യേണ്ടതിന് പരിമിതമായ ചില സന്ദേശങ്ങളാണ് ദൈവാത്മാവ് എനിക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ഞാൻ ഏറ്റവും പ്രിയപ്പെടുന്ന, പ്രസംഗിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ് ഈ രാത്രിയിലൂടെ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. തിമോഥെയോസിൻ്റെ 2-ാമത്തെ ലേഖനമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. വാക്യത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തിമോഥെയോസിൻ്റെ ലേഖനത്തെക്കുറിച്ച് ഒരു കാര്യം ഞാനൊന്ന് ഓർപ്പിക്കാം. വിശ്വാസികൾ നിർബന്ധമായും നിശ്ചയമായും വായിച്ചിരിക്കേണ്ട ലേഖനമാണ് തിമോഥെയോസിൻ്റെ 1-2 ലേഖനം. ഇതുവരെ ഈ ലേഖനം വായിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ യോഗാനന്തരം നിങ്ങൾ വീട്ടിൽ ചെന്ന് സമയം കണ്ടെത്തി ഈ 2 ലേഖനം ധ്യാനിക്കുവാനും വായിക്കുവാനും വളരെ വിനയത്തോടെ ഞാൻ ശുപാർശ ചെയ്യുകയാണ്. കാരണം നമ്മുടെ പ്രത്യാശയാകുന്ന യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി അവിടുത്തെ മക്കളായ നമ്മെ ഒട്ടനവധി പ്രത്യാശയിൽ ഒരുക്കി നിർത്തുന്ന പ്രബോധനങ്ങളും ഉപദേശങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും വിശേഷാലുള്ള കൽപ്പനകളും ദൈവാത്മാവ് ധാരാളമായി നിറച്ചു വച്ചിരിക്കുന്ന ലേഖനമാണ് തിമോഥെയോസിൻ്റെ 1-2 ലേഖനം. മഹാനായ പൗലോസ് 14 ലേഖനങ്ങളാണ് പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും സമാപനമായി എഴുതപ്പെട്ട ലേഖനമായിട്ടാണ് വേദപണ്ഡിതന്മാർ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തെ കാണുന്നത്. അതിൻ്റെ പിന്നിലെ കാരണം മറ്റ് ലേഖനങ്ങളൊന്നും പൗലോസ് പ്രതിപാദിച്ചിട്ടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, തൻ്റെ മരണത്തെക്കുറിച്ചാണ്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ നിര്യാണത്തെക്കുറിച്ചാണ്. അപ്പം മറ്റൊരു ലേഖനങ്ങളിലും പൗലോസ് പ്രതിപാദിച്ചിട്ടില്ലാത്ത ക്രമത്തിൽ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ തൻ്റെ മരണത്തെക്കുറിച്ച് വളരെ വിശദമായി താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് താൻ എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും സമാപനമായി എഴുതപ്പെട്ട ലേഖനമായിട്ടാണ് വേദപണ്ഡിതന്മാർ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തെ പരിഗണിക്കുന്നത്. 2-ാം ലേഖനം 2-ാം അധ്യായത്തിലെ ആരംഭ വാക്യമാണ് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഈ വാക്യത്തിൽ പൗലോസ് പ്രതിപാദിക്കുന്ന സുന്ദരമായൊരു വിഷയമുണ്ട്. അത് സുവിശേഷത്തെക്കുറിച്ചാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മാത്രമല്ല മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ഈ 2-ാം ലേഖനം 2-ാം അധ്യായം സമഗ്രമായ ഒരു പഠനത്തിന് നാം വിധേയമാക്കിയാൽ 3 അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണങ്ങൾ ഈ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാമ്പുള്ള, കഴമ്പുള്ള, ആഴമുള്ള, അർത്ഥമുള്ള 3 ഗംഭീര പ്രസംഗ വിഷയങ്ങളാൽ പൂത്തുലഞ്ഞ് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഒരു അധ്യായമാണ് 2-ാമത്തെ അധ്യായം. ഈ 2-ാം അധ്യായത്തിൽ തലപൊക്കി നിൽക്കുന്ന 3 വിഷയങ്ങൾ ഞാൻ 1, 2, 3 എന്ന ക്രമത്തിൽ നിന്ന് ഓർപ്പിച്ച് അവസാന വിഷയം നമുക്ക് ഒരുമിച്ച് വിശകലനം ചെയ്യാം. ഈ അധ്യായത്തിൽ തലപൊക്കി നിൽക്കുന്ന 1-ാമത്തെ വിഷയം നാം ആരാധിക്കുന്ന ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത 3 കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ്. ഈ അധ്യായത്തിലെ 2-ാമത്തെ വിഷയം ദൈവമക്കളായ നമുക്ക് ലഭിച്ചിരിക്കുന്ന 7 സ്ഥാനങ്ങൾ, ആ 7 സ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ട 7 ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചാണ്. ഈ അധ്യായത്തിലെ 3-ാമത്തെ വിഷയം ഗംഭീരമാണ്. സുവിശേഷം എന്താണ്, സുവിശേഷം എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഈ അധ്യായത്തിലെ 3 വിഷയങ്ങളും വിവരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിധിയും വിസ്താരത്തിൻ്റെ ഭയവും എൻ്റെ മുമ്പിലുള്ളത് കൊണ്ട് 3 വിഷയങ്ങളിൽ 2 തൽക്കാലം വിട്ടുകളഞ്ഞ് വെട്ടിച്ചുരുക്കി 1 നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന 3-ാമത്തെ വിഷയം സുവിശേഷം എന്താണ്, സുവിശേഷം എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അപ്പോൾ യോഗ പരമ്പരയുടെ 3യ സന്ധിയിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രമേയം സുവിശേഷം എന്താണ്, സുവിശേഷം എന്തെല്ലാമാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. എന്താണ് സഹൃദയരെ
സുവിശേഷം എന്ന് പറയുന്നത്. എനിക്ക് പ്രസംഗിക്കുവാൻ ലഭിക്കുന്ന പുൾപിറ്റുകൾ എന്ത് തന്നെയാണെങ്കിലും, കവലയാണെങ്കിലും, കല്യാണമാണെങ്കിലും, മരണമാണെങ്കിലും, കൺവെൻഷനാണെങ്കിലും, പ്രഭാഷണത്തിന് എനിക്ക് ലഭിക്കുന്ന പുൾപിറ്റുകളിൽ എൻ്റെ പ്രസംഗത്തിൻ്റെ സിംഹഭാഗ സമയവും സുവിശേഷം തന്നെ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന എളിയവരിൽ ഏറ്റവും എളിയവനായൊരു സുവിശേഷ പ്രസംഗകൻ എന്ന നിലയിൽ ഇന്ന് രാത്രിയിലും സന്നിഹിതരായിരിക്കുന്ന സദസ്സിനോട്, ഈ നാടിനോട് ഞാൻ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം മറ്റൊന്നുമല്ല, സുവിശേഷം എന്താണ്, എന്തെല്ലാമാണ് എന്ന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന പദത്തിന് മനോഹരമായ ഒരു അർത്ഥമുണ്ട്. എന്നെ ശ്രദ്ധിക്കണം. സുവിശേഷം എന്ന പദത്തിൻ്റെ ഗംഭീരമായ അർത്ഥമെന്ന് പറയുന്നത് നല്ല വിശേഷമെന്നാണ്, നല്ല വാർത്തയെന്നാണ്. ഇവിടെ എവിടെയാണ് നമുക്ക് നല്ല വാർത്ത കാണുവാൻ കഴിയുന്നത്? പ്രഭാതത്തിൽ നമ്മുടെ മുറ്റത്ത് വീഴുന്ന പേപ്പർ നിവർത്തി ആർത്തിയോടെ ഇതിലെ വാർത്ത പരതിയാൽ അത്ര നല്ല വാർത്തകൾ നമുക്ക് കാണാൻ കഴിയത്തില്ല. നമ്മുടെ വീടിൻ്റെ സ്വീകരണ മുറിയിൽ വെച്ചിരിക്കുന്ന TV ഓൺ ചെയ്ത് വാർത്തകളുടെ ചാനലുകൾ ഓരോന്ന് മാറ്റി പരിശോധിച്ചാൽ അത്ര നല്ല വാർത്തകൾ നമുക്ക് കാണാൻ കഴിയത്തില്ല. കഴിഞ്ഞ ദിവസം മുറ്റത്ത് പറന്നു വീണ പേപ്പർ നിവർത്തി പ്രഭാതത്തിൽ ഞാൻ ആർത്തിയോടെ അതിലെ വാർത്ത നോക്കിയപ്പോൾ 20 വയസ്സുള്ള കാമുകൻ 17 വയസ്സുകാരിയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയൊരു വാർത്ത. കണ്ണീർ തുള്ളികൾ ആ പത്രത്തിൽ വീണു. കാരണം ഞാനും 3 പെൺപിള്ളാരുടെ അപ്പനാണ്. പ്രേമാഭ്യർത്ഥന നിരസിച്ചതിൻ്റെ പേരിൽ നമ്പർ മാറ്റി വിളിച്ച് 8 മണിക്ക് 20കാരൻ 17കാരിയെ പുറത്ത് വിളിച്ചിറക്കിയിട്ട് അവൻ്റെ കയ്യിൽ ആരും അറിയാതെ കരുതി വെച്ച കടാര കൊണ്ട് അവിടെ കൊരവള്ളി പാതി കണ്ടിച്ചു. അവൻ്റെ കയ്യിൽ നിന്നും കത്തിയിൽ നിന്നും കൊതറി ഓടിയവൾ അലറിക്കരഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്നു. വീടിൻ്റെ പടി കയറിയപ്പോൾ പൊത്തോ ഇന്ന് താഴെ വീണു. ശബ്ദം കേട്ട പിതാവ് ഓടി വന്ന് വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ച ഹൃദയം പറിച്ചു കളയുന്ന കാഴ്ചയായി, തകർത്ത് കളയുന്ന കാഴ്ചയായി. താൻ നെഞ്ചോട് ചേർത്ത് വെച്ച് ഓമനിച്ചു വളർത്തിയ 17 വയസ്സുള്ള തൻ്റെ പൊന്നുമകൾ ചോരയിൽ പിടഞ്ഞ് കിടക്കുന്നു. അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് യാത്രയുടെ പാതി വഴിയിൽ ആ പുഷ്പം പൊഴിഞ്ഞുപോയി. നോക്ക്, ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിലുള്ള നമ്മെ സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ കൊണ്ട് മാധ്യമങ്ങൾ നിറയുമ്പോൾ, മാധ്യമങ്ങൾ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, അങ്ങോട്ട് ചിന്തിക്കരുത്. മനുഷ്യനെ ആശങ്കപ്പെടുത്തുന്ന, മനുഷ്യനെ ഭീതിപ്പെടുത്തുന്ന, മനുഷ്യനെ ആവലാതിപ്പെടുത്തുന്ന, മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ദുരന്ത ദുഃഖ ദുരിത വാർത്തകളെ കൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ പുകയുമ്പോൾ ഇതിനകത്ത് മനുഷ്യന് ആശ്വാസം പകരുന്ന, മനുഷ്യന് സന്തോഷം പകരുന്ന, മനുഷ്യന് സമാധാനം പകരുന്ന, മനുഷ്യന് പ്രത്യാശ പകരുന്ന ഒരു നല്ല വാർത്തയുണ്ടെങ്കിൽ അത് നമ്മൾ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം മാത്രമാണ്. അനവധി ദുരിത ദുഃഖ വാർത്തകളുടെ നടുവിൽ എന്നിൻ്റെ മനുഷ്യന് ആശ്വാസം പകരുന്ന സന്തോഷ വാർത്ത സുവിശേഷമാണെങ്കിൽ, സുവിശേഷം എന്താണ് മനുഷ്യന് പകരുന്ന സന്തോഷ വാർത്ത? സുവിശേഷം മനുഷ്യന് പകരുന്ന സന്തോഷ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യ നിനക്ക് ഒരു രക്ഷകനുണ്ട്, മനുഷ്യ നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, മനുഷ്യ നീ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരമുണ്ട്. നീ രോഗിയാണെങ്കിൽ മരുന്നില്ലാതെ നിന്റെ രോഗത്തെ സൗജന്യമായി സൗഖ്യമാക്കുവാൻ കഴിവുള്ളൊരു വൈദ്യനുണ്ട്. നീ മനസ്സ് തകർന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ മനസ്സിൻ്റെ തകർച്ച മാറ്റി നീ അനുഭവിക്കാത്ത സന്തോഷം നിനക്ക് തരാൻ കഴിവുള്ള ഒരുവനുണ്ട്. നീ ശപിക്കപ്പെട്ട പാത്രമാണെങ്കിൽ നിന്റെ ശാപത്തെ മാറ്റി നിന്നെ അനുഗ്രഹപാത്രമാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. നീ കൊടും പാപിയാണെങ്കിൽ കർമ്മങ്ങളും ആചാരങ്ങളും ഒന്നുമില്ലാതെ നിന്റെ സകല പാപത്തെയും സൗജന്യമായി പരിഹരിക്കുവാൻ കരുത്തുള്ളൊരു പാപപരിഹാരകനുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ ഉലകത്തിൽ നീ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരമുണ്ട്. മനുഷ്യ നീ രോഗിയാണെങ്കിൽ നിന്റെ രോഗത്തിൻ്റെ സൗഖ്യം ആരിലൂടെയാണ്? മനുഷ്യ നീ മനസ്സ് തകർന്നവനാണെങ്കിൽ നിന്റെ തകർന്ന മനസ്സിന് ആശ്വാസം ആരിലൂടെയാണ്? മനുഷ്യ നീ ശപിക്കപ്പെട്ടവനാണെങ്കിൽ ശാപപാത്രമായ നിന്നെ അനുഗ്രഹപാത്രമാക്കുന്നത് ആരിലൂടെയാണ്? മനുഷ്യ നീ പാപിയാണെങ്കിൽ പാപിയായ നിന്റെ സകല പാപത്തിനും ശാശ്വതമായ പരിഹാരം ആരിലൂടെയാണ്? ആ പരിഹാരം തരുന്ന വ്യക്തി മറ്റാരുമല്ല, അത് സുവിശേഷത്തിൻ്റെ അന്തസത്തയായ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒറ്റ വാക്കിലൂടെ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യൻ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും അടിസ്ഥാനകരമായ ശാശ്വതമായ പരിഹാരം ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഉണ്ട് എന്ന സന്തോഷ വാർത്തയാണ് സുവിശേഷം നൽകുന്ന ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. അതാണ് ഇന്ന് രാത്രി ഞങ്ങൾക്കിവിടെ വിളംബരം ചെയ്യുവാനുള്ളത്. അപ്പൊ ഈ വാക്യത്തിലെ സുവിശേഷത്തിൻ്റെ സാരസംഗ്രഹത്തെക്കുറിച്ച്
പൗലോസ് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. ആമേൻ. സുവിശേഷത്തെക്കുറിച്ച് ഇന്ന് രാത്രിയിൽ ആളുകൾ തെറ്റിദ്ധരിക്കരുത്. രാജ്യവ്യാപകമായി, ദേശവ്യാപകമായി, ആഗോള വ്യാപകമായി സുവിശേഷത്തിൻ്റെ പ്രചരണങ്ങൾക്കെതിരെ വ്യാപകമായ തെറ്റിദ്ധാരണകൾ പരക്കെ പടർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ സുവിശേഷ സന്ദേശവുമായി നിങ്ങളെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുന്നത്. ഈ ശബ്ദവാഹിനിയുടെ ശ്രവണ വീതിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന വാത്സല്യമിത്രമേ, എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറയുന്നത് ഇതുപോലെ നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവല്ല. സുവിശേഷം എന്ന് പറയുന്നത് കുറെ സാഹിത്യ പദങ്ങളുടെ കുത്തൊഴുക്കല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ചെറിയ 2-3 ആശയമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപ്രസംഗമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപ്രഭാഷണമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതത്തിനെതിരെയുള്ള മറ്റൊരു മതത്തിന്റെ പഠിപ്പിക്കലോ പ്രചരണങ്ങളോ അല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു നിർബന്ധിത മതപരിവർത്തനമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപരിവർത്തനമല്ല. പിന്നെ സുവിശേഷം എന്താണ്? സുവിശേഷം എന്ന് പറയുന്നത് സാക്ഷാൽ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തുവാണ്. ഒന്നുകൂടെ ആ പദം ഞാൻ ആവർത്തിക്കാം. സുവിശേഷം എന്ന് പറയുന്നത് ഇതുപോലെ നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവല്ല. സുവിശേഷം എന്ന് പറയുന്നത് സാഹിത്യ പദങ്ങളുടെ കുത്തൊഴുക്കല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ചെറിയ 2-3 ആശയമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപ്രഭാഷണമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതത്തിനെതിരായിട്ടുള്ള മറ്റൊരു മതത്തിന്റെ പഠിപ്പിക്കലല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപരിവർത്തനമോ നിർബന്ധിത മതപരിവർത്തനമോ അല്ല. സുവിശേഷം എന്ന് പറയുന്നത് സാക്ഷാൽ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി പ്രഭാവം ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പൊ എന്നെ ശ്രമിക്കുന്ന വാത്സല്യമിത്രമേ, സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തി സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവാണെങ്കിൽ, ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന 3 കാര്യങ്ങള് സുവിശേഷത്തിന്റെ സാരസംഗ്രഹമായി, സുവിശേഷത്തിന്റെ ഉൾക്കാമ്പായി ഈ വാക്യത്തിൽ പൗലോസ് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നു. അതെന്തൊക്കെയാണ്? യേശുക്രിസ്തുവിന്റെ ജനനം 1, 2 യേശുക്രിസ്തുവിന്റെ മരണം, 3 യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. അപ്പൊ ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജനനം മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മാത്രം പ്രസംഗിക്കുന്ന ഇടത്ത് സുവിശേഷം പൂർണ്ണമാകണമെന്നില്ല. യേശുക്രിസ്തുവിന്റെ ജനനവും യേശുക്രിസ്തുവിന്റെ മരണവും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും ഒന്നിച്ച് വിളംബരം ചെയ്യുന്ന ഇടത്താണ് സുവിശേഷം പൂർണ്ണമാകുന്നത്. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിൽ ഏറ്റവും കനഗാംഭീര്യമായ വിഷയം എന്ന സുവിശേഷം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് 3 കാര്യമാണ് നിങ്ങളോട് ഈ നാടിനോട് എനിക്ക് വിളംബരം ചെയ്യാനുള്ളത്. 1 അവിടുത്തെ ജനനം, 2 അവിടുത്തെ മരണം, 3 അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പ്. ഇത് 3 പറയുമ്പോൾ 4ാമതൊരു കാര്യം പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. അവിടുത്തെ പുനരാഗമനം, അവിടുത്തെ മടങ്ങിവരവ്. അങ്ങനെയെങ്കിൽ സുവിശേഷം എന്ന ഗംഭീര വിഷയത്തിൽ നിന്നുകൊണ്ട് 4 കാര്യമാണ് ഇന്ന് രാത്രി പെട്ടെന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 1 യേശുക്രിസ്തുവിന്റെ ജനനം, 2 യേശുക്രിസ്തുവിന്റെ മരണം, 3 യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, 4 യേശുക്രിസ്തുവിന്റെ പുനരാഗമനം. ഞങ്ങളെ ശ്രമിക്കുന്ന വാത്സല്യമിത്രങ്ങളെ, എന്താണ് യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? പറയാം. എന്താണ് യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രത്യേകത? പറയാം. എന്താണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യേകത? പറയാം. എന്താണ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ പ്രത്യേകത? ഇത് 4ഉം പറയാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇത് 4ഉം പറയാതെ ഇരിക്കത്തില്ല. എനിക്ക് ലഭ്യമായ സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് ഈ 4 കാര്യം സുവിശേഷം എന്ന വിഷയത്തിലൂടെ നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് വാരിയിടുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. എന്താണ് സഹൃദയരേ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത? ആ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒറ്റ വാക്കിൽ പറയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ജനിച്ച ഒരുവൻ ഈ പ്രപഞ്ച ചരിത്രത്തിൽ വേറെ ആരുമില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പോലെ ജനിക്കാൻ ഈ ലോക ചരിത്രത്തിൽ വേറൊരുത്തൻ അവശേഷിക്കുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, കാലം തെറ്റി ജനിച്ചവനല്ല യേശു, കണക്ക് തെറ്റി ജനിച്ചവനല്ല യേശു, അബദ്ധം പറ്റി പറന്നവനല്ല യേശു.
ആമേൻ. പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി ജനിച്ചവനാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന യേശുക്രിസ്തു. ഒരു പടി മുന്നോട്ട് വെച്ച് പറഞ്ഞാൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാലം തെറ്റിയോ കണക്ക് തെറ്റിയോ കണക്ക് കൂട്ടൽ തെറ്റിയോ ജനിച്ചവനല്ല. ഒരു പടി മുന്നോട്ട് വെച്ച് പറഞ്ഞാൽ ജനിക്കും മുമ്പേ ഉണ്ടായിരുന്നവനാണ് ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. പ്രസംഗിക്കുന്ന ഞാൻ ജനിച്ച ശേഷമുള്ളയാ. എൻ്റെ പിമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ജനിച്ച ശേഷമുള്ളവരാ. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ജനിച്ച ശേഷമുള്ളവരാ. ആയുധം കൊണ്ടും ആശയം കൊണ്ടും അധികാരം കൊണ്ടും പ്രപഞ്ചത്തെ ഇളക്കി മറിച്ച സകല മഹാന്മാരും മഹാസാമ്രാട്ടുക്കളും മഹാരഥന്മാരുമൊക്കെ ജനിച്ച ശേഷമുള്ളവരാ. എന്നാൽ ജനിക്കും മുമ്പേ ഉണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തിപ്രഭാവമേ ഉള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് അവനെ ആൽഫ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ ഒമേഗ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ ആദിനെന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ അന്ത്യനെന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ സർവശക്തൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ സർവവ്യാപി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ നിത്യൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ ഏക രക്ഷകൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ ലോകത്തിന്റെ വെളിച്ചമെന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവനെ സത്യദൈവമെന്ന് വിളിക്കുന്നത്. ജനിക്കും മുമ്പേ ഉണ്ടായിരുന്നവനാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന കർത്താവ്. എന്താണ് ഇവിടുത്തെ മരണത്തിന്റെ പ്രത്യേകത? വിശദീകരണങ്ങളിലേക്ക് കടക്കും മുമ്പ് ആമുഖമായ ഒരു കാര്യം പറയാം. എൻ്റെ യേശുവിനെ പോലെ മരിച്ചവരാരുമില്ല ഈ പ്രപഞ്ച ചരിത്രത്തിൽ. അവനെ പോലെ മരിക്കാൻ ഇനി ആരും അവശേഷിക്കുന്നില്ല. ആശയങ്ങൾക്ക് വേണ്ടി മരിച്ചവരുണ്ട് ഇവിടെ. ആചാരങ്ങൾക്ക് വേണ്ടി, അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മരിച്ചവരുണ്ട് ഇവിടെ. സമുദായത്തിനും പ്രസ്ഥാനത്തിനും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്ക് വേണ്ടി മരിച്ചവരുണ്ട് ഇവിടെ. സ്വന്തം കാവൽ ഭടന്മാരുടെ തീതുപ്പന്ന യന്ത്രത്തോക്കുകൾക്കിരയായി പിടഞ്ഞു മരിച്ചവരുണ്ട് ഈ മണ്ണിൽ. അവരുടെ മരണത്തെ ഞങ്ങൾ വിമർശിക്കുകയല്ല, പരിഹസിക്കുകയല്ല, ഞങ്ങൾ ചിന്തിക്കരുതേ. അവരുടെ മരണത്തിന്റെ മുമ്പിൽ ആദരവോടെ നമ്രസരസ്കരായി ഞങ്ങൾ നിൽക്കുന്നു. എന്നാൽ അവരാരും മരിച്ചതുപോലെയല്ല. ഞാൻ പരിചയപ്പെടുത്തുന്ന യേശുക്രിസ്തു മരിച്ചത് അവരുടെ മരണത്തിൽ സംഭവിച്ച നേട്ടമല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ മുഴുലോകത്തിനും സംഭവിച്ചത്. അവിടേക്ക് ഞാൻ വരാം. എന്താണ് അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യേകത? വിശദീകരണങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ച ശേഷം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഒരേ ഒരാളെ ഉള്ളൂ. അത് നാം ആരാധിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളില് പല മഹാന്മാരുടെ കല്ലറകൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇന്നും പായൽ മൂടി നിശബ്ദമായി അടഞ്ഞു കിടക്കുമ്പോൾ ലോക ചരിത്രത്തിൽ തുറക്കപ്പെട്ട ഒറ്റ കല്ലറയുള്ളൂ. അതെവിടെയാണ്? യെരുശലേമിന്റെ പടിഞ്ഞാറേ ചെരുവിലെ മലർന്ന മാർവിടത്തിലൂടെ കല്ലറ തുറന്നു കിടപ്പുണ്ട്. ആ തുറന്നു കിടക്കുന്ന കല്ലറയുടെ വാതിൽക്കൽ ഒരു വാക്കെഴുതി വെച്ചിട്ടുണ്ട്. അവിടുത്തെ ജനന തീയതിയില്ല, അവിടുത്തെ മരണ തീയതിയില്ല. ആരുടെയും കല്ലറയിൽ ഇല്ലാത്ത അപൂർവമായ ഒരു വാക്ക് അവന്റെ കല്ലറയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ഇവിടെ ഇല്ല. നമ്മൾ നമ്മുടെ കൂടിവരവുകളിൽ പാടാറില്ലേ? ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ ഇന്നും കല്ലറയിൽ ഉറങ്ങുമ്പോൾ ആമേൻ, മരണത്തെ ജയിച്ച് ഉയരത്തിൽ ജീവിക്കുന്ന ഒരേ ഒരുവൻ അത് നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മാത്രമല്ല മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഓർക്കുക. അതാകുന്നു സുവിശേഷം. അവ സുവിശേഷം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, അവിടുത്തെ ജനനം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചുവെന്ന് പറയുമ്പോൾ സുവിശേഷം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ആദ്യം എനിക്ക് വിളംബരം ചെയ്യാനുള്ളത് അവിടുത്തെ ജനനത്തെ കുറിച്ചാണ്. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച്. എന്താണ് അവിടുത്തെ ജനനത്തിന്റെ പ്രത്യേകത? യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യമാണ് അതിൽ നിന്നുകൊണ്ട് എനിക്ക് ഉറപ്പിക്കാനുള്ളത്. ഒന്ന്, എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത്? ജനിച്ചു എന്ന വാക്കിനേക്കാൾ കുറച്ചുകൂടെ എനിക്കിഷ്ടം അവതരിച്ചു എന്ന വാക്കാ. കാര്യം അവതാരം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ജനിക്കുമ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജനിച്ചു എന്ന പദമായതുകൊണ്ട് ആ പദത്തിൽ തന്നെ നിൽക്കാം. അവ ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യമാണ് നമുക്ക് ഓർക്കാനുള്ളത്. ഒന്ന്, എന്തിനാണ് അവിടുന്ന് ജനിച്ചത്? രണ്ട്,
എങ്ങനെയാണ് അവിടുന്ന് ജനിച്ചത്? ഈ രണ്ട് കാര്യം ഞാൻ ഓർപ്പിച്ചെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന വിഷയം എനിക്ക് പൂർണ്ണമാക്കാൻ പറ്റൂ. ഒന്ന്, എന്തിന് ജനിച്ചു? രണ്ട്, എങ്ങനെ ജനിച്ചു? ഈ രണ്ട് ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നത് ചരിത്രത്തിൽ നിന്നല്ല, സയൻസിൽ നിന്നല്ല, മറ്റേതെങ്കിലും വിഷയത്തിൽ നിന്നല്ല. അവിടുന്ന് എന്തിന് ജനിച്ചു, അവിടുന്ന് എങ്ങനെ ജനിച്ചു എന്ന രണ്ട് ചോദ്യത്തിന് ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രസംഗത്തിനും എൻ്റെ പ്രത്യാശയ്ക്കും സർവോപരി എൻ്റെ വിശ്വാസത്തിനും ആധാരമായ പവിത്ര വാക്യ സംഹിതയാകുന്ന വിശുദ്ധ വേദപുസ്തകത്തിലെ രണ്ട് വചനങ്ങളിലൂടെയാണ്. അവിടുന്ന് എങ്ങനെ ജനിച്ചു, അവിടുന്ന് എന്തിന് ജനിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നത്. എന്തിന് യേശു ജനിച്ചു? ഞാൻ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ മാനവ സമൂഹം കൊണ്ടാടിയ ദിവസങ്ങളുടെ ചൂട് കഴിഞ്ഞിട്ടില്ലേ? ഡിസംബർ 25. ഡിസംബർ 25 ചരിത്രപരമായി നാം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനവുമായ ആ ദിവസത്തിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് വിസ്മരിക്കുവാൻ കഴിയാത്ത പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷേ മാലോകർ മുഴുവൻ ആ ദിവസത്തെ അവന്റെ ജനന ദിവസമായി കൊണ്ടാടുന്നത് കൊണ്ട് ഞാൻ അവിടേക്ക് കടക്കുന്നില്ല, മടങ്ങി വരികയാണ്. ഇവിടെ പൂക്കളങ്ങളും ഇവിടെ പടക്കം പൊട്ടിച്ചും പുൽക്കൂടൊരുക്കിയും സ്റ്റാറുകൾ തൂക്കിയും കരോൾ സംഘടിപ്പിച്ചും മറ്റു പല നിലകളിൽ ലോകവ്യാപകമായി ചെതറിപ്പാർക്കുന്ന കോടാനുകോടി ക്രൈസ്തവർ, കോടാനുകോടി ക്രിസ്തു സ്നേഹിതർ യേശു ക്രിസ്തുവിന്റെ തിരിപ്പിറവി ആസ്വദിച്ച ദിനത്തിന്റെ ചൂട് നമ്മിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തിനാണ് യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചത്? പറയാ, ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ ജനിച്ചത്, ലോകത്തിൽ വന്നത് മതം സ്ഥാപിക്കാനല്ല, രാഷ്ട്രം സ്ഥാപിക്കാനല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വിപ്ലവകരമായ ഒരു മൂന്നാം മുന്നണിക്ക് തുടക്കം കുറിക്കാനല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാ. രണ്ട് വചനങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കുക. ഒന്ന്, സകല മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. മൗനമായിരിക്കുന്നത് കൊണ്ട് ഒന്നും കൂടെ ഞാൻ പറയാം. മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. യേശുവിന്റെ അപ്പനാകാൻ ഭാഗ്യം ലഭിച്ച ജോസഫിനോട് അവന്റെ അമ്മ മറിയയോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ കാര്യം എന്താണ്? നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ ആരാണ്? അവൻ മതസ്ഥാപകനല്ല. അവൻ ആരാണ്? അവൻ രാഷ്ട്രസ്ഥാപകനല്ല. അവൻ തത്വചിന്തകനല്ല. അവൻ ഗ്രന്ഥകാരനല്ല. അവൻ സത്യാന്വേഷകനല്ല. അവൻ തീർത്ഥാടകനല്ല. കന്യകയായ മറിയ ഗർഭം ധരിച്ച് പ്രസവിക്കാൻ പോകുന്ന മകനെ നോക്കി ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ എന്താണെന്നറിയാമോ? അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ വിളിക്കണം. അപ്പൊ ഈ രണ്ട് വേദഭാഗങ്ങൾ ചേർത്ത് വെച്ച് പരിശോധിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു 2023 വർഷങ്ങൾക്ക് പുറകിൽ മഹത്വമെല്ലാം വെടിഞ്ഞ് മാനവാകാരം സ്വീകരിച്ച് ഒരു മനുഷ്യനായി ഈ താണലോകത്തിൽ അവതരിച്ചത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഈ രണ്ട് വാക്യം ചേർത്ത് വെച്ചപ്പോൾ കൃത്യമായ ഉത്തരം എനിക്ക് കിട്ടി. ആ ഉത്തരം ഞാൻ പറയാം. യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ. മനസ്സിലായില്ലേ? മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിന്റെ സൃഷ്ടിയുടെ മണിമകുടമായ മനുഷ്യന്റെ സകല പാപങ്ങളിൽ നിന്നും അവരെ ശാശ്വതമായി രക്ഷിപ്പാനാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. പാപഭാരത്താൽ വലയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? പാപഭാരത്താൽ നട്ടം തിരിയുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധികൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? ജന്മകർമ്മ പാപത്തിന്റെ വിമോചനത്തിന് ഭജിച്ചതും നമിച്ചതും സേവിച്ചതും പിഞ്ചെന്നതുമായ സകല ശക്തികളാലും വ്യത്യസ്തരാലും മധ്യസ്ഥരാലും കൈവിടപ്പെട്ട് എന്നെ ദീർഘനാളുകളായി വലയ്ക്കുന്ന പാപബന്ധനങ്ങളിൽ നിന്നും എനിക്കൊരു മോചനമില്ല എന്ന് നനച്ച് പാപത്തിന്റെ വല്ലാത്ത ഭാണ്ഡം ചുമ്മി, പാപത്തിന്റെ വല്ലാത്ത വിഴുപ്പ് ചുമ്മി, ജീവിതത്തിന്റെ നാൽക്കവലയിൽ ഉടഞ്ഞ പാത്രം പോലെ തകർന്നു കിടക്കുന്ന ഏതെങ്കിലും കാതുകൾ ഈ ശബ്ദസീമയിൽ എന്നെ ശ്രവിക്കുന്നുവെങ്കിൽ, സ്നേഹിതാ, നിന്റെ പശ്ചാത്തലം ഏതാണെങ്കിലും, നിന്റെ കുടുംബം ഏതാണെങ്കിലും, നിന്റെ കുലം ഏതാണെങ്കിലും, നിന്റെ പ്രായം ഏതാണെങ്കിലും, നിന്റെ വിശ്വാസ പ്രമാണം ഏതാ
ആണെങ്കിലും ഇന്ന് രാത്രി പണച്ചിലവുകളില്ലാതെ, ശാരീരിക ദണ്ഡനങ്ങളില്ലാതെ, ആണ്ടാണ്ടിന്റെ കാത്തിരിപ്പില്ലാതെ നിന്റെ സകല കൊടും പാപത്തെയും സൗജന്യമായി പരിഹരിക്കുവാൻ കരുത്തുള്ള ഒരു രക്ഷകനെ ഈ തുറന്ന പ്ലാറ്റ്ഫോമിൽ പരസ്യമായി ഞാൻ ഉയർത്തുകയാണ്. അവന്റെ പേരാണ് നസറയനായ യേശു ക്രിസ്തു. വാനിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യന്റെ പാപത്തെ സൗജന്യമായി പരിഹരിക്കുവാൻ അവനെ പോലൊരു രക്ഷകൻ വേറെയില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. അപ്പൊ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എന്തിന്? ബൈബിൾ പറയുന്നു, മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ. പാപത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചാൽ സകല പ്രശ്നത്തിനും മോചനായി. ഈ അസമാധാനത്തിൻ്റെയും അക്രമങ്ങളുടെയും അനീതിയുടെയും സകല മൂല്യച്യുതയുടെയും പിമ്പിൽ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് മനുഷ്യൻ അറിയാതെ അവനിൽ കുടികൊള്ളുന്ന പാപമാണ്. തിന്മയുടെ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ അറവശാലയിൽ കന്നുകാലിയെ കൊണ്ടുപോകുന്നത് പോലെ തിന്മയുടെ മാരകമായ അനുഭവങ്ങളിലേക്ക് ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യനെ അവനറിയാതെ പിടിച്ചുകൊണ്ടുപോകുന്ന ഘടകമെന്ന് പറയുന്നത് അവനറിയാതെ അവനിൽ കുടികൊള്ളുന്ന പാപമാണ്. ആ പാപത്തിൽ നിന്ന് മനുഷ്യൻ മോചനം പ്രാപിച്ചാൽ സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. അപ്പൊ യേശുക്രിസ്തു എന്തിനാണ് ലോകത്തിൽ ജനിച്ചത്? മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാൻ. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തെ വെളിപ്പെടുത്താൻ. ഏത് ദൈവത്തെ? സത്യദൈവത്തെ വെളിപ്പെടുത്താൻ. അതുകൊണ്ടല്ലേ കർത്താവ് ലോകത്തിൽ വന്ന് ലോകത്തെ നോക്കി പറഞ്ഞത്, എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നിലൂടെ അല്ലാതെ പിതാവിങ്കിലേക്ക് ആർക്കും പ്രവേശനമില്ല. ദൈവത്തെ കാണണോ? ഞാനാണ് വഴി. ദൈവത്തെങ്കിലേക്ക് പ്രവേശിക്കണോ? ഞാനാണ് വഴി. അപ്പൊ യേശു ലോകത്തിൽ വന്നത്, ഒന്ന് പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ, രണ്ട് ദൈവത്തെ വെളിപ്പെടുത്താൻ. ഞങ്ങളീ ശ്രവിക്കുന്ന മിത്രമേ, 2023 കൊല്ലങ്ങൾക്ക് പുറകില് മഹത്വം വെടിഞ്ഞ് മാനവാകാരം സ്വീകരിച്ച് വിണ്ണുവെടിഞ്ഞ് ഈ താണ വെണ്ണിൽ കർത്താവായ യേശുക്രിസ്തു അവതരിച്ചത്, പൂജാതനായത് ദൈവത്തെ വെളിപ്പെടുത്താനും മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനുമാണെങ്കിൽ അവിടുന്ന് എങ്ങനെയാണ് ഈ ലോകത്തിൽ ജനിച്ചത്? ലോകത്തിൽ ജനിച്ചത് ദൈവത്തെ വെളിപ്പെടുത്താനും പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാനുമാണെങ്കിൽ അവിടുന്ന് എങ്ങനെയാണ് ജനിച്ചത്? അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകുക. എങ്ങനെ ജനിച്ചു? ആരുടെയും ജനനത്തിൽ ഇല്ലാത്ത അത്യപൂർവമായ ഒരു വ്യത്യസ്തത കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിലുണ്ടായിരുന്നു. അവിടുന്ന് എങ്ങനെ ജനിച്ചു? ആ ചോദ്യത്തിന് ഉത്തരമായി ഇവിടെ ഇപ്പോൾ ഒരു വാക്യം വായിക്കും. എടുത്തു വെച്ചോ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6 മുതൽ താപ്പോട്ടുള്ള വചനങ്ങൾ അത് വായിച്ചേ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് പൗലൂസ് ഫിലിപ്പി ലേഖനത്തിൽ എഴുതുക, അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ. യേശുക്രിസ്തുവിന്റെ ജനനം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിന് ഇതിൽ പരമൊരു ഉത്തരം വേദപുസ്തകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൻ എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിന് ഈ പുസ്തകത്തിൽ ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ ഇതിൽ പരം കൃത്യമായ ഒരു ഉത്തരം ഞാൻ കണ്ടില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്കി കണ്ടുപിടിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടുന്ന് എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിന് ഈ പുസ്തകത്തിൽ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും കൃത്യമായ ഒരു വചനമാണ്. വായിച്ച മക്കളെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അവൻ അനുസരണമുള്ളവനായി തീർന്നു. 2 കാര്യങ്ങൾ
കരങ്ങളും ഉയർത്തി കർത്താവിനെ ശക്തിയോടെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. മനുഷ്യന്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനാണ് യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചതെങ്കിൽ, സുഹൃത്തുക്കളെ, എങ്ങനെയാണ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത്? ഇങ്ങനെ വായിച്ചു കേട്ടില്ലേ? എങ്ങനെ ജനിച്ചു? ഇങ്ങനെ. ചെറുതായി ഞാനൊന്ന് വിശദീകരിക്കാം. ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പണ്ഡിത വര്യനായ പൗലോസ് ഈ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ, ഉറക്കെന്ന് പറഞ്ഞ്, എങ്ങനെ ഇരിക്കെ? 8:45 അത്ര ഒപ്പിച്ചതിൽ ഞാൻ കൃതാർത്ഥനായി. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, അവിടുന്ന് എങ്ങനെ ഇരിക്കെ? ദൈവരൂപത്തിലിരിക്കെ. ദൈവരൂപം എന്നൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നു തോന്നില്ലേ? യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പൗലോസ് എഴുതുകയാ, അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ. ഉറക്കെന്ന് പറഞ്ഞേ, എന്ന് പറഞ്ഞാൽ ദൈവമായിരിക്കെ. അപ്പൊ ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്ന കർത്താവ് ആരാ? ദൈവമാ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോരാ, നന്നായി. നാം ആരാധിക്കുന്ന കർത്താവ് ദൈവമാണ്. യോഹന്നാൻ പറയുന്നത് അവിടുന്ന് സത്യവെളിച്ചമാണ്, അവിടുന്ന് നിത്യദൈവമാണ്. അപ്പൊ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന യേശുക്രിസ്തു ദൈവമാണ്. സകല പാപത്തിനും മോചനം തരുന്ന, സകല ചോദ്യത്തിനും ഉത്തരം തരുന്ന, സകല അന്വേഷണത്തിനും കണ്ടെത്തൽ തരുന്ന, സകല പാപത്തിനും പരിഹാരം തരുന്ന, സകല പ്രശ്നത്തിനും ശാശ്വതമായ മോചനം തരുന്ന സത്യദൈവമാണ്, നിത്യ വെളിച്ചമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ. ശരിക്കുള്ള പരിഭാഷ ദൈവമായിരിക്കെ. അപ്പൊ ക്രിസ്തുവിനെ പല നിലയിൽ ചിത്രീകരിക്കുന്ന ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടവരോട് ആരോടും എനിക്ക് വ്യക്തിപരമായ യാതൊരു വിരോധവും വൈരാഗ്യമില്ല. എങ്ങനെ വേണേലും ആളുകൾക്ക് ആളുകളെ ചിത്രീകരിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളൊരു ലോകമല്ലേ നമ്മുടെ ലോകം. യേശുക്രിസ്തുവിനെ കേവലം പ്രവാചകനായി മാത്രം കാണുന്ന ആളുകളുണ്ട്. യേശുക്രിസ്തുവിനെ കേവലം ഒരു മധ്യസ്ഥനായി മാത്രം കാണുന്ന ആളുകളുണ്ട്. യേശുക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനായി മാത്രം കാണുന്ന ആളുകളുണ്ട്. യേശുക്രിസ്തുവിനെ കേവലം ഒരു ഐതിഹ്യമായി മാത്രം കാണുന്ന ആളുകളുണ്ട്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാടുകളോട് എനിക്ക് വ്യക്തിപരമായി വിരോധമൊന്നുമില്ല, അവരോടും പരാതിയൊന്നുമില്ല. പക്ഷേ യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രചാരവാഹകൻ എന്ന നിലയിൽ അതിന് മറുപടി പറയാൻ 100% ഞാൻ ബാധ്യസ്ഥനാണ്. യേശുക്രിസ്തുവിനെ കേവലം പ്രവാചകനായി മാത്രം കാണുന്ന സ്നേഹിതരെ, അവൻ പ്രവാചകനാണ്, സത്യപ്രവാചകനാണ്. എന്നാൽ അവൻ പ്രവാചകൻ മാത്രമല്ല. യേശുക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനായി കാണുന്നവരോട് ഒരു ഭാഗത്ത് അവൻ സമ്പൂർണ്ണ മനുഷ്യനാണ്, എന്നാൽ അവിടുന്ന് മനുഷ്യൻ മാത്രമല്ല. യേശുക്രിസ്തുവിനെ ഒരു മധ്യസ്ഥനായി മാത്രം കാണുന്നവരോട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥനാണ് യേശുക്രിസ്തു, എന്നാൽ അവിടുന്ന് മധ്യസ്ഥൻ മാത്രമല്ല. യേശുക്രിസ്തുവിനെ കേവലം ഐതിഹ്യമായി മാത്രം കാണുന്നവരോട് ക്രിസ്തുവിനെ കുറിച്ച് ചരിത്രപരമായ നിങ്ങളുടെ അറിവില്ലായ്മ മാത്രമാണ്. ഇന്ന് രാത്രി യേശുക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുവാൻ ഒരു അന്വേഷണം നടത്തിയാൽ രാജ്യം വിട്ടുപോകേണ്ട കാര്യമില്ല, ദീർഘദൂരം യാത്ര ചെയ്യേണ്ട കാര്യമില്ല, ചരിത്രം പരിശോധിച്ച് മടുക്കേണ്ട കാര്യമില്ല. ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുവാൻ ഒരു അന്വേഷണം നടത്തിയാൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവിൻ്റെ വായിൽ നിന്നും അടർന്നു വീണ വാക്കുകളെടുത്ത് ഒന്ന് പരിശോധിച്ചാൽ മതി. അവിടുന്ന് ആരാണ്, അവിടുന്ന് ആരായിരുന്നുവെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടും. അത്തരത്തിൽ 1-2 വചനങ്ങൾ ഞാനെന്ന് പറയാം. മാനവരാശിയുടെ വിമോചനത്തിന് വേണ്ടി, പരിപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മാനവാകാരം സ്വീകരിച്ച് മകത്വം വെടിഞ്ഞ് വിണ്ണുവിട്ടി താണ മണ്ണിലേക്ക് അവതരിച്ച നസറയനായി യേശുക്രിസ്തു പാലസ്തീനിൽ നിന്നുകൊണ്ട് ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനങ്ങളെ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് അവിടുത്തെ അവകാശ പ്രഖ്യാപനങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുവിന് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിലൊന്ന്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. എന്തൊരു പ്രഖ്യാപനമാണ്! കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവിടെ എത്ര മഹാന്മാർ ജനിച്ചിട്ടുണ്ട്, ഇവിടെ എത്ര മഹാസമ്രാട്ടുക്കൾ പിറന്നിട്ടുണ്ട്, ഇവിടെ എത്ര മഹാഗുരുക്കന്മാരും മഹാരഥന്മാരും വന്നു വാണ് പോയിട്ടുണ്ട്. അവരൊക്കെ ഭൂതകാലകർത്തങ്ങളിൽ മറഞ്ഞില്ലേ? അവരുടെ പിന്നീടുകളെന്ന് വിശേഷിപ്പിക്കാവുന്ന വർത്തമാനകാലത്തിന്റെ വടവുകൾ ചവിട്ടിയിറങ്ങി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയല്ലേ? എന്നാൽ ലോകത്തിൽ വന്ന് ലോകത്തെ നോക്കി ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പ്രഖ്യാപിച്ച ഒരേ ഒരു വ്യക്തി പ്രഭാവമേ ഉള്ളൂ. അവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു.
ഇസ്രായേലിന്റെ തലക്കനം എന്ന പ്രവാചകനാകുന്ന യെശയ്യാവിനെ നോക്കിയല്ല പറഞ്ഞത്. മനസ്സിലായോ? ഒറ്റ പ്രവചനം കൊണ്ട് താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന ആയിരക്കണക്കിന് അസ്ഥികൂമ്പാരങ്ങളെ ഒരു സൈന്യമാക്കി നിവർത്തി നിർത്തിയ യുവപ്രവാചകനാകുന്ന യെഹെസ്കേലിനെ നോക്കിയില്ല. ലോകം കണ്ട ഏറ്റവും കരുത്തുറ്റ നേതാവായ മോശയെ നോക്കിയല്ല പറഞ്ഞത്. കണ്ണുനീരിന്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കാമെന്ന് യിരെമ്യാവിനെ നോക്കിയില്ല. നൂറുകണക്കിന് ആ സങ്കീർത്തനങ്ങൾ രചിച്ച ഭക്തനായ ദാവീദിനെ നോക്കിയല്ല പറഞ്ഞത്. യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാനെ നോക്കിയല്ല പറഞ്ഞത്. തൻ്റെ ശിഷ്യവൃന്ദങ്ങളെ നോക്കിയല്ല പറഞ്ഞത്. തൻ്റെ സമകാലികരെ നോക്കിയല്ല പറഞ്ഞത്. തൻ്റെ നെഞ്ചത്ത് കരം തട്ടി തന്നെ താൻ ലോകത്തോട് പരിചയപ്പെടുത്തുന്നു. ഞാൻ തന്നെ വഴിയാണ്, ഞാൻ തന്നെ സത്യമാണ്, ഞാൻ തന്നെ ജീവനാണ്. എന്നെ ശ്രമിക്കുന്ന വാത്സല്യം എത്രമേ! ഒരുവൻ വിമോചകനാകണമെങ്കിൽ, ഒരുവൻ ഉദ്ധാരകനാകണമെങ്കിൽ, ഒരുവൻ വീണ്ടെടുപ്പുകാരനാകണമെങ്കിൽ, ഒരുവൻ മധ്യസ്ഥനാകണമെങ്കിൽ, ഒരുവൻ ആരാധ്യനാകണമെങ്കിൽ, ഒരുവൻ ദൈവമാകണമെങ്കിൽ, ഒരുവൻ ഉദ്ധാരകനാകണമെങ്കിൽ അവൻ ആരായിരിക്കണം? വഴിയായിരിക്കണം. അവൻ ആരായിരിക്കണം? സത്യമായിരിക്കണം. അവൻ ആരായിരിക്കണം? ജീവനായിരിക്കണം. ഇത് മൂന്നും ഞാനാണെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ് 2000 വർഷങ്ങൾക്ക് പുറകിൽ ലോകത്തോട് പറഞ്ഞെങ്കിൽ തറപ്പിച്ച് ഞാൻ പറയാം, അവിടുന്ന് പ്രവാചകൻ മാത്രമല്ല, അവിടുന്ന് മധ്യസ്ഥൻ മാത്രമല്ല, അവിടുന്ന് മനുഷ്യൻ മാത്രമല്ല, അവിടുന്ന് കേവലം ഒരു ഐതിഹ്യമല്ല, അവിടുന്ന് വിമോചകനാണ്, അവിടുന്ന് രക്ഷകനാണ്, അവിടുന്ന് ആരാധ്യനാണ്, അവിടുന്ന് ഉദ്ധാരകനാണ്, അവിടുന്ന് കർത്താവാണ്, അവിടുന്ന് ദൈവമാണ്. അവിടുത്തെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനിയുണ്ട് പറയാൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് മാത്രമല്ല കർത്താവ് പറഞ്ഞത്. അവിടുന്ന് വീണ്ടും പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആദരണീയനായ ശ്രീ ബുദ്ധനെ കുറിച്ച് മറ്റുള്ളവരാണ് പറഞ്ഞത് ഇദ്ദേഹം യേശുയുടെ വെളിച്ചമാണെന്ന്. എന്നാൽ എൻ്റെ യേശുവിനെ കുറിച്ച് വേറെ ആരുമല്ല പറഞ്ഞത്. അവിടുന്ന് തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണെങ്കിൽ ക്രിസ്തുദേവൻ്റെ ചരിത്ര വിഹായസിലെ ഉദയത്തോടെ അവിടുത്തെ സുവിശേഷത്തിൻ്റെ പ്രഭാകിരണങ്ങൾ ഇക്കണ്ട അവനിയുടെ ഏതെല്ലാം കോണിൽ ഉദിച്ചിട്ടുണ്ടോ അവിടുന്ന് പാപത്തിൻ്റെ ഇരുട്ടുകൾ മാറി ജനം ജീവന്റെ വെളിച്ചം കണ്ടിട്ടുണ്ട്. അതാ യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. ആമേൻ. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്ന കർത്താവ് നിത്യ വെളിച്ചമാണ്, സത്യദൈവമാണ്, അവിടുന്ന് രക്ഷകനാണ്. അവിടുത്തെ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ അവിടുന്ന് എങ്ങനെയാണ് ലോകത്തിൽ ജനിച്ചത്? കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത്, അവിടുന്ന് ദൈവരൂപത്തിലിരിക്കെ എന്തെല്ലാം ചെയ്തത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്തെല്ലാം ചെയ്തു? ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളമല്ല ക്രൂശിലെ മരണത്തോളം അവിടുന്ന് ആരായി? അനുസരണമുള്ളവനായി. അപ്പോൾ കർത്താവ് എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിന് പൗലോസ് ഉത്തരം തരുന്നത് എങ്ങനെയെല്ലാം ജനിച്ചു എന്നാണ്. എങ്ങനെയെല്ലാം ജനിച്ചു. അതിലൊന്ന്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ജനിച്ചു. 2, ദാസരൂപമെടുത്തവനായി ജനിച്ചു. 3, മനുഷ്യ സാദൃശ്യത്തിലായി ജനിച്ചു. 4, തന്നെത്താൻ ഒഴിച്ചവനായി ജനിച്ചു. 5, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ജനിച്ചു. 6, തന്നെത്താൻ താഴ്ത്തിയവനായി ജനിച്ചു. 7, മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ജനിച്ചു. ഇങ്ങനെ ജനിച്ച ഒരുവൻ നമ്മുടെ കർത്താവല്ലാതെ വേറെ ആരാണ്? സകല മനുഷ്യൻ്റെ പാപത്തിൽ നിന്നും അവരെ രക്ഷിപ്പാനും ആരാധ്യനാകുന്ന ദൈവത്തെ വെളിപ്പെടുത്താനുമാണ് യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചതെങ്കിൽ എങ്ങനെയാ ജനിച്ചത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ, പിന്നെ ദാസരൂപമെടുത്തവനായി, പിന്നെ മനുഷ്യ സാദൃശ്യത്തിലായി, പിന്നെ തന്നെത്താൻ ഒഴിച്ചവനായി, പിന്നെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, പിന്നെ തന്നെത്താൻ താഴ്ത്തിയവനായി. അവിടെയും നിൽക്കുന്നില്ല, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ജനിച്ചു. കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. എത്ര ശ്രേഷ്ഠമാണ്, എത്ര സുന്ദരമാണ്, എത്ര മഹത്വകരമാണ് അവിടുത്തെ വാഴ്ത്തപ്പെട്ട ജനനം. പ്രിയരേ,
ഇതെല്ലാം എനിക്ക് പറയാൻ താല്പര്യമുണ്ട്, പക്ഷേ സമയം തീരുകയാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യം മാത്രം എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിൽ നിന്നുകൊണ്ട് പറയാം. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് രണ്ട് കാര്യം പറയാം. ഒന്ന്, തന്നെ താൻ ഒഴിച്ചവനായിട്ട് നമ്മുടെ കർത്താവ് ജനിച്ചു. പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാനേ, സത്യദൈവത്തെ വെളിപ്പെടുത്താനേ. അവിടെ നീ ലോകത്തിൽ എങ്ങനെയാ വന്നത്? എങ്ങനെയാ ജനിച്ചത്? തന്നെ താൻ ഒഴിച്ചവനായി. അടുത്തത്, വേഷത്തിൽ മനുഷ്യനായി. ചിന്തിക്കേണ്ട കാര്യമാ, തന്നെ താൻ ഒഴിച്ചു. തന്നെ താൻ ഒഴിച്ചെന്ന് പറഞ്ഞാൽ താൻ അല്ലാതായി എന്നാണ് അർത്ഥം. താൻ അല്ലാതായി. ആമേൻ. തന്നെ താൻ ഒഴിച്ചു എന്ന പദത്തിന്റെ മറ്റൊരർത്ഥമാണ് മുകളിൽ നമ്മൾ വായിച്ചത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ജനിച്ചു. മറ്റൊരു മലയാളം, ഗാംഭീര്യ പരിവേഷങ്ങളെല്ലാം മാറ്റിവെച്ചവനായി ജനിച്ചു. ഗ്രീക്കിലൊരു പദമുണ്ട്, കീനോസ്. കീനോസ് എന്ന സുന്ദരമായ പദത്തിന്റെ അർത്ഥം ഒഴിഞ്ഞവനായെന്നാണ്, ശൂന്യനായെന്നാണ്. അവൻ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ, സത്യദൈവത്തെ വെളിപ്പെടുത്താൻ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എങ്ങനെയാണ്? കീനോസായി, തന്നെ താൻ ഒഴിഞ്ഞവനായി, ശൂന്യനായി, മഹത്വമെല്ലാം മാറ്റിവെച്ചവനായി. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എത്ര ഉന്നതനാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന കർത്താവില്ലേ? നാം ആരാധിക്കുന്ന കർത്താവിനെ പോലെ സർവശക്തൻ വേറെ ആരുണ്ട്? ആരാണ് യേശു? ആരാണ് യേശു? താൻ മാത്രം അമർത്യത ഉള്ളവനല്ലേ? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനല്ലേ? മനുഷ്യരാരും ഒരു നാളും കണ്ടിട്ടില്ലാത്തവനല്ലേ? ആർക്കും ഒരു നാളും കാണാൻ കഴിയാത്തവനല്ലേ? സകല സൃഷ്ടിക്കും ആദിജാതനല്ലേ? സകലത്തിൻ്റെയും ലാക്കല്ലേ? സകലത്തിൻ്റെയും കാരണഭൂതനല്ലേ അവൻ? സകലവും അവൻ മുഖാന്തരമല്ലേ ഉളവായത്? ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നവനല്ലേ ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന കർത്താവ്? ആമേൻ. ഞാൻ ചോദിച്ചോട്ടെ, യേശുക്രിസ്തുവിനെ പൂർണ്ണ മഹത്വത്തോടെ കണ്ട ആരെങ്കിലും ഉണ്ടോ? യേശുക്രിസ്തുവിനെ പൂർണ്ണ മഹത്വത്തോടെ കണ്ട ആരെങ്കിലും ഉണ്ടോ? ഞാൻ 32 വർഷമായിട്ട് വിശ്വാസ ജീവിതത്തിലുണ്ട്. 30 വർഷമായിട്ട് ദൈവമേൽപ്പിച്ച ശുശ്രൂഷയിലുണ്ട്. ഈ 32 വർഷത്തിനകത്ത് അവനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിനിടങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അവനെ പാടിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ എൻ്റെ കർത്താവിനെ അവൻ്റെ മഹത്വത്തോടെ ഞാൻ കണ്ടിട്ടില്ല. യോബ് പറഞ്ഞേക്കുന്നത്, ഞാൻ അവനെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ, ഞാൻ അവനെ കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, യേശുവിനെ പൂർണ്ണ മഹത്വത്തോടെ കണ്ട ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഒറ്റ കൈയും പൊങ്ങുകയില്ല. യേശുവിനെ പൂർണ്ണ മഹത്വത്തോടെ കണ്ട ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഞാനുമില്ല, നിങ്ങളുമില്ല. 3-4 തവണ ആവർത്തിച്ച് ചോദിച്ചാൽ ഒരു മനുഷ്യൻ പറയും, ഒരിക്കൽ ഞാൻ അവനെ ഒന്ന് കണ്ടു. പൂർണ്ണ മഹത്വത്തോടെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആ കണ്ട മനുഷ്യൻ ആരാന്നറിയാമോ? ആ കണ്ട മനുഷ്യൻ്റെ പേരാണ് യോഹന്നാൻ, ഭക്തനായ യോഹന്നാൻ. 93 വയസ്സുള്ള യോഹന്നാൻ. എവിടെ വെച്ചാ യോഹന്നാൻ കർത്താവിനെ മഹത്വത്തോടെ കണ്ടത്? ജനറൽ കൺവെൻഷൻ്റെ സമാപന രാത്രിയിലല്ല, മാസയോഗത്തിനല്ല, സുവിശേഷ യോഗത്തിലല്ല, വീട്ടുപ്രാർത്ഥനയിലല്ല. യോഹന്നാൻ യേശുവിനെ മഹത്വത്തോടെ കണ്ടത് എവിടെ വെച്ചാണ്? പത്മോസിൽ വെച്ചാണ്. പത്മോസിനെ കുറിച്ചൊരു ചരിത്ര ഭാഗത്ത് ഞാൻ വായിച്ചത്, അത് 100 കിലോമീറ്റർ താഴെ വീതിയും നീളവും ഇങ്ങനെ ചന്ദ്രക്കലയുടെ ആകൃതിയുള്ള ഒരു ദ്വീപാണ് പത്മോസ്. പണ്ട് പത്മോസ് ഒരു തുറമുഖമായിരുന്നു. യോഹന്നാൻ്റെ കാലത്ത് തുറമുഖമല്ല, കുറ്റവാളികളെ നാട് കടത്തുന്ന സ്ഥലമാണ് പത്മോസ്. ഞാൻ പോയി കണ്ടിട്ടില്ല, വായിച്ചുള്ള അറിവാണ്. പത്മോസിൽ കരിമ്പാറക്കെട്ടുകൾ ഉണ്ടെന്നാണ്. അവിടെ വിഷസർപ്പങ്ങൾ ആ കരിമ്പാറക്കെട്ടുകളുടെ ഇടുക്കിലുണ്ട്. അവിടെ കരിമ്പനക്കൂട്ടങ്ങളുണ്ട്. നാളുകൾക്ക് മുമ്പ് നാടുകടത്തപ്പെട്ട് രക്ഷ കിട്ടാതെ മരിച്ചുപോയ കുറ്റവാളികളുടെ ജീർണിച്ച ശരീരങ്ങൾ അവിടെ അഴുകിക്കിടപ്പുണ്ട്, എല്ലുകൂടങ്ങൾ. മാത്രമല്ല, പത്മോസിൽ മനുഷ്യൻ്റെ പച്ചച്ചോരയുടെ മണമടിച്ചാൽ അവനെ കൊത്തിപ്പറക്കത്തക്ക നിലയിൽ ചിറകടിച്ച് പറക്കുന്ന നരഭോജികളായ മനുഷ്യ കഴുകന്മാരുണ്ട്. ഭയവിഹൂലമായ ഭീതിജനകമായ അന്തരീക്ഷമാണ് സകൃതിയരെ പത്മോസില്.
മനസ്സിലായോ? പട്ടാപ്പകല് പത്മോസിൽ ഒരുത്തൻ ചെന്നാൽ പേടിച്ച് ചത്തുപോകും. പിന്നെ പാതിരാത്രിയിലെ കാര്യം പറയണോ? ആ ഭീതിജനകമായ പത്മോസിലേക്കാണ് 93 വയസ്സുള്ള ഭക്തനായ യോഹന്നാനെ അന്നത്തെ ചക്രവർത്തി ക്രിസ്തുസേവ നിമിത്തം ബന്ധിച്ച് നാട് കടത്തിയത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് പത്മോസിന്റെ ഒരു ഭീകരതയും യോഹന്നാനെ ഭയപ്പെടുത്തിയില്ല. അവിടുത്തെ കരിമ്പാറക്കെട്ടുകൾ യോഹന്നാനെ ഭയപ്പെടുത്തിയില്ല. കരിമ്പാറക്കെട്ടുകളിലെ വിഷസർപ്പങ്ങളുടെ സീൽക്കാരം യോഹന്നാനെ ഭയപ്പെടുത്തിയില്ല. കരിമ്പനക്കൂട്ടങ്ങൾ യോഹന്നാനെ ഭയപ്പെടുത്തിയില്ല. നാളുകൾക്ക് മുമ്പ് നാട് കടത്തപ്പെട്ട് രക്ഷ കിട്ടാതെ ചത്തുപോയ കുറ്റവാളികളുടെ ജീർണിച്ച ശരീരവും ചിതറിയ അസ്ഥികൂടങ്ങളും യോഹന്നാനെ ഭയപ്പെടുത്തിയില്ല. മനുഷ്യന്റെ പച്ചച്ചോരയുടെ മണമടിച്ചാൽ അവനെ കൊത്തിപ്പുറക്കത്തക്ക നിലയിൽ ചിറകടിച്ച് പിറക്കുന്ന നരബോധികളായ മനുഷ്യകടികന്മാരുടെ ചിറകടി ശബ്ദം യോഹന്നാനെ ഭയപ്പെടുത്തിയില്ല. എന്താണ് പത്മോസിന്റെ ഭീകരത യോഹന്നാനെ ഭയപ്പെടുത്താഞ്ഞത്? കാരണം രണ്ടുണ്ട്. രണ്ടും ഞാനൊന്ന് പറയാം. യോഹന്നാനെ പത്മോസിലേക്ക് നാട് കടത്തുന്നതിന് മുമ്പ് അന്നത്തെ ചക്രവർത്തി യോഹന്നാനെ തളച്ച എണ്ണയ്ക്കകത്തിട്ടൊരു ചരിത്രമുണ്ട്. വേദപുസ്തകത്തിലില്ലെങ്കിലും ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. തളച്ച എണ്ണയ്ക്കകത്തേക്ക് യോഹന്നാനെ ഇട്ടു. വലിയൊരു പാത്രത്തിൽ എണ്ണ നിറച്ച് ഭക്തനെ അതിനകത്ത് പിടിച്ചിട്ട് ആ പാത്രം ഒരു അടപ്പ് വെച്ചടച്ച് അതിൻ്റെ മുകളിൽ വലിയ വെയിറ്റ് എടുത്തു വെച്ച് വലിയ അടുപ്പിൽ ആഴി കൂട്ടി ആ എണ്ണപ്പാത്രം അതിൻ്റെ പുറത്തേക്ക് എടുത്തു വെച്ച് മനസ്സിലാക്കണം. മസാല പുരട്ടിയ മത്തി ഒരു വറചട്ടിയിൽ വറുത്തെടുക്കുന്നത് പോലെ, തളച്ച എണ്ണയ്ക്കകത്തൊരു പപ്പടം വറുത്തെടുക്കുന്ന പോലെ, ഒരു തലമുറ മുഴുവൻ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ ഒരു ആയുസ് മുഴുവൻ ജീവിച്ച ഭക്തനെ തളച്ച എണ്ണയ്ക്കകത്ത് വറുത്തുകോരാ അന്നത്തെ ചക്രവർത്തിയും തന്നെ പട്ടാളക്കാരും യോഹന്നാനെ തളച്ച എണ്ണയ്ക്കകത്തിട്ട് ആ പാത്രം ഒരടപ്പ് വെച്ച് അടച്ചു. നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞപ്പോൾ പപ്പടം കോരിയെടുക്കുന്ന പോലെ വറന്ന് ഫ്രൈ ആയി യോഹന്നാനെ തളച്ച എണ്ണയ്ക്കകത്ത് നിന്നും കോരിയെടുക്കാൻ തളച്ചു മറിയുന്ന എണ്ണപ്പാത്രത്തിന്റെ വാതിൽ മാറ്റിയപ്പോൾ കണ്ട കാഴ്ച അതികൂടെ എപ്പഴിഞ്ഞു പോകുന്ന കാഴ്ചയാ, കാൽമുട്ടാടിപ്പോകുന്ന കാഴ്ചയാ, ഉറക്ക വിളിക്കുന്ന കാഴ്ചയാ. തളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് ഒരു രോമത്തിന് പോലും കേടുപറ്റാതെ സുരക്ഷിതനായി കഴിയുന്ന യോഹന്നാൻ. എന്തേ പത്മോസിന്റെ ഭീകരത യോഹന്നാനെ ഭയപ്പെടുത്തിയില്ല? അവനറിയാം പത്മോസിനേക്കാൾ ഭീകരമായ തളച്ച എണ്ണയ്ക്കകത്ത് ഇറങ്ങി വന്ന് എൻ്റെ പ്രാണനെയും എൻ്റെ ശരീരത്തെയും സംരക്ഷിച്ച ദൈവം ഈ പത്മോസിന്റെ ഭീകരതയിൽ എനിക്ക് വേണ്ടി ഇറങ്ങി വരാതിരിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ എന്നെ കേൾക്കുന്ന കൃപ പ്രാപിച്ച ദൈവവൈതലേ, ഇന്നത്തെ പ്രതിസന്ധികളെ കണ്ട് നീ സ്വത്രം പറയാതിരിക്കുന്നെങ്കിൽ, ഇന്നത്തെ പ്രതിസന്ധിയെ കണ്ട് നീ ആരാധിക്കാതിരിക്കുന്നെങ്കിൽ, ഇന്നത്തെ പ്രതിസന്ധികളെ കണ്ട് നീ നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ, ഇന്നത്തെ പ്രതിസന്ധികളിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് അതിന്റെ ബലത്തെ കെടുത്തി നിന്നെ സംരക്ഷിച്ചതയ്യോ ഇന്നത്തെ കഷ്ടതകൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരാതിരിക്കത്തില്ലെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ദൈവത്തെ ആരാധിക്കട്ടെ. പത്മോസിന്റെ ഭീകരത യോഹന്നാനെ ഭയപ്പെടുത്താൻ എന്നെ എന്നറിയാമോ? കാരണം രണ്ട്, നമ്മളവിടെ വായിക്കുന്നത് കർത്തൃദിവസത്തിൽ യോഹന്നാൻ പൂജ്യം വിട്ട് കളിച്ചെന്നല്ല, കർത്തൃദിവസത്തിൽ യോഹന്നാൻ എതിരേലും കറങ്ങി നടന്നെന്നല്ല, കർത്തൃദിവസത്തിൽ യോഹന്നാൻ ഫോണിൽ മെസ്സേജ് അയച്ചെന്നല്ല, കർത്തൃദിവസത്തിൽ യോഹന്നാൻ അതും പറഞ്ഞ് സമയം കളഞ്ഞെന്നല്ല. നമ്മുടെ ഇടയിൽ ആൾക്ക് സംഭവിക്കുന്നുണ്ട്. എന്നാൽ കർത്തൃദിവസത്തിൽ യോഹന്നാൻ എന്ത് ചെയ്തു? ആത്മവിവശതയിലായി ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ദൈവമക്കൾ ദൈവ സാന്നിധ്യത്തിലായിരുന്നാൽ നിന്റെ കണ്ണുകൊണ്ട് നീ ചിലത് കാണും, നിന്റെ ശരീരം കൊണ്ട് നീ ചിലത് അനുഭവിക്കും. കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശതയിലായി. ദൈവസന്നിധി എന്ന് പറയുന്നത് അലക്ഷ്യമായിരിക്കാനുള്ള ഇടമല്ല. ദൈവസന്നിധി എന്ന് പറയുന്നത് അതുവിധം ചിന്തിച്ചിരിക്കാനുള്ള സ്ഥലമല്ല. ദൈവസന്നിധി എന്ന് പറയുന്നത് അതുവിധം വിചാരിച്ചിരിക്കാനുള്ള സ്ഥലമല്ല. ദൈവസന്നിധി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഇടമാണ്. യോഗ പരമ്പരയുടെ 3-ാമത്തെ രാത്രിയിൽ എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ സാന്നിധ്യം, എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ സാന്നിധ്യം എൻ്റെ ആത്മാവിനെ ഞാൻ അനുഭവിച്ചറിയുന്നുവെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ധന്യരായി, നിങ്ങൾ കൃതാർത്ഥരായി. വിശ്വസിക്കേ, ഈ സ്ഥലത്ത് നിശ്ചയമായി യഹോവയുണ്ട്. സത്യം. ഹല്ലേലൂയ. പത്മോസിന്റെ ഭീകരത യോഹന്നാനെ ഭയപ്പെടുത്താഞ്ഞതിന്റെ പിമ്പിലെ രണ്ടാമത്തെ കാരണം എന്നറിയാമോ? കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശതയിലായി.
ആത്മവിവശതയിലാണെങ്കിൽ നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളുടെ ഒരു ഭീകരതയും നിന്നെ ഭയപ്പെടുത്തത്തില്ല. ചുറ്റും കരിമ്പനക്കൂട്ടങ്ങൾ കണ്ടേക്കാം, ചുറ്റും കരിമ്പാറക്കെട്ടുകൾ കണ്ടേക്കാം, അതിൻ്റെ ഇടയിൽ ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ കണ്ടേക്കാം, ആമേൻ, മനഭോജികളായ മനുഷ്യ കഴുകന്മാർ കണ്ടേക്കാം. അതിൻ്റെ നടുവിൽ ആത്മവിവശതയിലാകുന്ന ദൈവപൈതലിന് അതൊന്നും ഭയപ്പെടാനില്ല. മലയാളത്തില് ആത്മവിവശതയെന്നാണ്, എന്നാൽ തമിഴിൽ ശരിക്കുള്ള പരിഭാഷയുണ്ട്. ആത്മവിവശതയെന്നല്ല, കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആവിക്കുള്ളിലായി എന്നാണ്. ആത്മാവിന് ഉള്ളിലായി, ആത്മാവ് യോഹന്നാൻ്റെ ഉള്ളിലായെന്ന് മാത്രമല്ല, കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മാവിൻ്റെ ഉള്ളിലായെന്ന്. വസ്ത്രം തേച്ച് അലമാരിയിൽ വെച്ച് അടക്കുന്നത് പോലെ, വിലയേറിയ ആഭരണങ്ങൾ ലോക്കറിൽ വെച്ച് പൂട്ടി ഭദ്രമാക്കുന്നത് പോലെ, ഭീതിജനകമായ പത്മോസിന്റെ ഏകാന്തതയിൽ ഭക്തനായവൻ കർത്തൃദിവസത്തിൽ ആത്മാവിന്റെ ഉള്ളിലായെന്ന് യോഗ പരമ്പരയുടെ 3-ാമത്തെ രാത്രി വന്നു ചേർന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിന്റെ ഉള്ളിലാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ, നിന്റെ വശത്ത് 1000 വീണാലും നിന്റെ വലതുവശത്ത് 10,000 വീണാലും നിന്നോട് അടുത്തു വരികയില്ല. പകൽ പറക്കുന്ന അസ്ത്രമാകട്ടെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയാകട്ടെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമാകട്ടെ, നിനക്ക് പേടിപ്പാടില്ല. ഒരനർത്ഥം നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. വഴിയിൽ നിന്നെ തകർത്ത് കളയാൻ ശത്രു പദ്ധതി ഒരുക്കിക്കോട്ടെ, രോഗിയാക്കി നിന്റെ ആയുസിനെ ഇല്ലാതാക്കാൻ ശത്രു പദ്ധതി ഒരുക്കിക്കോട്ടെ. 2024 തറയിൽ വീണ വെള്ളം ഒപ്പിയെടുക്കുന്ന പോലെ നിന്റെ പ്രാണനെ ഒപ്പിയെടുക്കുമെന്ന് അന്ധകാര മണ്ഡലങ്ങൾ വാതുകെട്ടി പദ്ധതികൾ ഒരുക്കട്ടെ. അതിന് നടുവിൽ ആത്മാവിന്റെ ഉള്ളിലായ ദൈവത്തിന്റെ പൈതലേ, നിനക്ക് പേടിപ്പാനില്ല. ഇന്ന് രാത്രിയിലും ഞാൻ ആത്മാവിന്റെ ഉള്ളിലാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരമടിച്ച് അല്പനിമിഷം ആത്മാവിൽ ഒന്ന് ബലപ്പെടും. കൃപ 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 കൃപ. ആത്മാവിന്റെ ഉള്ളിലാകുക, ആത്മാവിന്റെ ഉള്ളിലാകുക, ആത്മാവിന്റെ ഉള്ളിലാകുക, ആത്മാവിന്റെ ഉള്ളിലാകുക. പോരുകൾ ഇന്ന് രാത്രികാലം അഴിയട്ടെ. രോഗങ്ങൾ ഇന്ന് രാത്രികാലം അഴിയട്ടെ, ആവിചാരങ്ങൾ ഇന്ന് രാത്രികാലം അഴിയട്ടെ, പാപത്തിന്റെ നുഖങ്ങൾ ഇന്ന് രാത്രികാലം ഒടിയട്ടെ, ശാപത്തിന്റെ കയറുകൾ ഇന്ന് രാത്രികാലം പോറ്റട്ടെ, അന്യായ ബന്ധനങ്ങൾ ഇന്ന് രാത്രികാലം അറിയട്ടെ, നുഖത്തിന്റെ അമ്മി കയറുകൾ ഇന്ന് രാത്രി അറുത്തു മാറട്ടെ, ഇരുമ്പോടാമരുകൾ തകരട്ടെ, താമര കതവ് പോലെ നിൽക്കുന്ന പ്രതിസന്ധികൾ ജനത്തിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ഉടയട്ടെ. കരമടിച്ചാത്മാവിൽ, കരമടിച്ചാത്മാവിൽ, കൃപ പ്രാപിച്ച ദൈവമക്കൾ കരമടിച്ചാത്മാവിൽ. നിന്റെ വശത്ത് 1000, നിന്റെ വലത് വശത്ത് 10,000 വീണാലും ആത്മാവിന്റെ ഉള്ളിലാണോ, അത് നിന്നോട് അടുത്തു വരികയില്ല, അടുത്തു വരികയില്ല, അടുത്തു വരികയില്ല, അടുത്തു വരികയില്ല, അടുത്തു വരികയില്ല. ആത്മാവിന്റെ ഉള്ളിലാണ് ഞാനെന്ന ബോധ്യം നിന്റെ അകത്ത് ഭരിക്കുമ്പോൾ, തീയിൽ മെഴുകുരുകുന്നത് പോലെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി ഉരുകുകയാണ്. പുക പതറുന്നത് പോലെ നിന്നെ തകർത്ത് കളയാൻ ശത്രു ഭരിക്കുന്ന പദ്ധതികൾ ഇന്ന് രാത്രി പതറിപ്പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇന്ന് രാത്രി അവന്റെ ആത്മാവിന്റെ ഉള്ളിലാണെന്നൊരു ബോധ്യമുള്ളവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശതയിലായി, ആത്മാവിന്റെ ഉള്ളിലായി. ആത്മാവിന്റെ ഉള്ളിലായ യോഹന്നാൻ കണ്ട കാഴ്ച എന്നാണെന്നറിയാമോ? അതുമല്ല, ആത്മാവിന്റെ ഉള്ളിലായ യോഹന്നാൻ, ആത്മവിവശതയിലായ യോഹന്നാൻ ആത്മവിവശതയിൽ കണ്ടത് ആരെയാണെന്നറിയാമോ? ആത്മവിവശതയിൽ യോഹന്നാൻ കണ്ടത് പ്രതിസന്ധികളെ അല്ല. ആത്മവിവശതയിൽ യോഹന്നാൻ കണ്ടത് അവൻ പ്രതികൂലങ്ങളെയല്ല. ആത്മവിവശതയിൽ യോഹന്നാൻ കണ്ടത് കരിമ്പാറക്കെട്ടുകളെയോ വിഷസർപ്പങ്ങളെയോ അല്ല. ആത്മവിവശതയിൽ യോഹന്നാൻ കണ്ടത് പത്മോസിന്റെ പേടിപ്പെടുത്തുന്ന ഭീകരതയല്ല. ആത്മവിവശതയിൽ യോഹന്നാൻ കണ്ടത് അവന്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെയാണ്, അവന്റെ സൃഷ്ടാവായ ദൈവത്തെയാണ്. ആത്മവിവശതയിൽ യോഹന്നാൻ കർത്താവിനെ കണ്ടു. യോഹന്നാൻ കർത്താവിനെ കണ്ടപ്പോൾ, കർത്താവിനെ കണ്ടതിനെ കുറിച്ച് യോഹന്നാൻ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവൻ്റെ തലയും തലമുടിയും ഹിമത്തേക്കാൾ വെണ്മയേറിയ പഞ്ഞി പോലെ, അവൻ്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തതാണ്, അവൻ്റെ വായിൽ നിന്നും വചനത്തിൻ്റെ ഇരുവായ്ത്തലയുള്ള വാള് പുറപ്പെടുകയാണ്, അവൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയാണ്,
അവൻ്റെ മുഖം കോടി സൂര്യപ്രഭയെ വെല്ലുന്ന പ്രകാശം പോലെയാണ്. അവൻ്റെ കാൽപാദങ്ങൾ രണ്ട് മുലയിൽ കാച്ചിപ്പഴിപ്പിച്ച് വെള്ളൂട്ടിന് സദൃശ്യം. അവൻ്റെ മാറത്ത് പൊൻകച്ച ധരിച്ചിരിക്കുകയാണ്. 7 നക്ഷത്രങ്ങളെ തേജസ്സുള്ള വലങ്കയിൽ പിടിച്ചിരിക്കുകയാണ്. 7 നിലവിളക്കുകളുടെ നടുവിൽ അവിടുന്ന് ഉലാകുകയാണ്. ഇമാജിനേഷൻ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ കർത്താവിനെ കരങ്ങൾ അടിച്ചൊന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഒരാ ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. എത്ര ഉന്നതനാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന കർത്താവ്! എത്ര വലിയവനാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന കർത്താവ്! പൂർവാധികം ശക്തിയോടെ 2 കരങ്ങളും അടിച്ച് അല്പനിമിഷം ആ കർത്താവിനെ ഒന്ന് ആരാധിക്കോ. അവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്തവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരന ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതിമാണിക്കും പേടിയുകില്ല ഞാൻ. സുന്ദര മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരന്മാരെ വാരിക്കുമോ വത്സല. അന്നെ പ്രതിമാണിക്കും പേടിയുകില്ല ഞാൻ. ഹല്ലേലൂയ. അവന്റെ തലമുടി ഹിമത്തേക്കാൾ വെമ്മയേറിയ പഞ്ഞി പോലെയാ. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തതാണ്. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. അവന്റെ മുഖം കോടി സൂര്യപ്രഭയെ വെല്ലുന്ന പ്രകാശം പോലെയാണ്. അവന്റെ മാറത്ത് പൊൻകച്ച ധരിച്ചിരിക്കുകയാണ്. അവന്റെ കാൽപാദങ്ങൾ ഉലയിൽ ചുട്ടുപടിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമാണ്. അവന്റെ കയ്യിൽ 7 നക്ഷത്രമുണ്ട്. അവൻ 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുകയാ. ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന കർത്താവ്, ഇന്ന് രാത്രി നാം പ്രസംഗിക്കുന്ന കർത്താവ് 10,000ങ്ങളിൽ ശ്രേഷ്ഠനാണ്. അവനെ പോലെ ഉന്നതൻ വേറെ ആരുമില്ല. അവന്റെ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. രക്തത്താൽ ജയം. അപ്പൊ പാപത്തിൽ ആണ്ടുപോയ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിപ്പാൻ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ജനിച്ചത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായിട്ടാണോ? അല്ല. മാറത്ത് പൊൻകച്ച ധരിച്ചവനായിട്ടാണോ? അല്ല. ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമുള്ള കാലുള്ളവനായിട്ടാണോ? അല്ല. ആമേൻ. സൂര്യ തേജസ്സിനെ വെല്ലുന്ന മുകളുള്ളവനായിട്ടാണോ? അല്ലെന്ന്. ആമേൻ. അവൻ എങ്ങനെയാ ജനിച്ചത്? കീനോസായി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി ജനിച്ചെങ്കില്, ഹിമത്തേക്കാൾ വെൺമേറിയ മുടിയുള്ളവനായി ജനിച്ചെങ്കില്, ഇന്ന് രാത്രി നാം വായിച്ചതുപോലെ ദൈവത്തോടുള്ള സാദൃശ്യം മുറുകെ പിടിച്ചവനായി അവൻ ജനിച്ചെങ്കില്, പീലാത്തോസേ, നീ അവനെ വിസ്തരിക്കാൻ നട്ടലുമൊക്കെ നിൽക്കത്തില്ലായിരുന്നു. കണ്ണിൽ ചോരയില്ലാത്ത പടയാളി പരീക്ഷകളെ നിങ്ങൾ അവനെ അടിക്കാൻ ചാട്ടമാറ് വെക്കത്തില്ലായിരുന്നു. അല്ലയോ ശതാധിപ, നീ അവന്റെ വിലാപ്പുറത്ത് കുത്തുവാൻ കുന്തം പക്കത്തില്ലായിരുന്നു. അവനെ പോലെ ശക്തനാരുണ്ട്? പാപത്തിൽ ആണ്ടുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ലോകത്തിൽ അവതരിച്ചത് എങ്ങനെയാ? ഖീനോസായി, ശൂന്യനായി, ഒഴിഞ്ഞവനായി. അതാ പാട്ടുകാരൻ പാടിയത്. അരകാശിന്നു മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ. അരകാശിന്നു മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം വാർത്തലത്തിൽ വാർത്തല്ലോ നീ. 33 കൊല്ലം വാർത്തലത്തിൽ വാർത്തല്ലോ നീ. കർത്താവേ നിൻ രൂപം മേനി എല്ലായ്പ്പോഴും അരക്കാശിന് മുതലില്ലാതെ തലചായ്പാനിടമില്ലാതെ ജന്മസ്ഥലം വഴിയമ്പലമായി
ശയനഗൃഹം പുൽക്കൂടാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ ലോകത്തിൽ ജനിച്ചെന്ന്. അതുകൊണ്ടാണ് യഹൂദന്മാര് പറഞ്ഞത്, ജനനം കൊണ്ട് ഞങ്ങൾക്ക് അവനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. അച്ഛന്റെ കൊച്ചനായി പിറക്കാനിടമില്ലാതെ വഴിയോരത്ത് പറഞ്ഞൊരു പാവപ്പെട്ടവനെ ഞങ്ങളുടെ രാജാവായി അംഗീകരിക്കാൻ പറ്റത്തില്ല. ലോകം മുഴുവൻ അവനെ വേണ്ട എന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് അവനെ വേണം. ജീവിതത്തിന് മാറ്റമുണ്ടായത്, ജീവിതത്തിന്റെ കയ്പുകൾ മാറിയത് അവൻ ജീവിതത്തിൽ വന്നത് കൊണ്ടാണ്. മഹാദൈവമായ ക്രിസ്തു, മഹത്വപൂർണനായ ക്രിസ്തു, ഉന്നതനായ ക്രിസ്തു പാപത്തിൽ ആണ്ടുപോയ തന്റെ സൃഷ്ടിയെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നത് ഖീനോസായി, ശൂന്യനായി. ആമേൻ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. സകൃതിയരി വേഷത്തിൽ മനുഷ്യനായി. മഹാദൈവമായ ക്രിസ്തു വേഷത്തിൽ ആരായി? മനുഷ്യൻ. പ്രപഞ്ചത്തിൽ പല മനുഷ്യരും ദൈവങ്ങളാകാൻ പരിശ്രമിക്കുമ്പോൾ സാക്ഷാൽ മനുഷ്യന്റെ മോചനത്തിന് മഹാദൈവം മനുഷ്യനായി മാറിയ അത്ഭുതമാ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവ്. പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം കുത്തബ് മീനാർ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം താജ്മഹൽ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നയാഗര വെള്ളച്ചാട്ടമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇവിടെ ഉദിച്ചുയർന്ന 21 നാഗരികതകളല്ല. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ കർത്താവിൻ്റെ ജനനമാണ്. ചന്ദ്രനിൽ പോയി ഗവേഷണം നടത്തിയ ഒരു ശാസ്ത്രജ്ഞൻ മാരാമൺ കൺവെൻഷന് വന്ന് പ്രസംഗിച്ചു. ഞാൻ ചന്ദ്രനിലൊക്കെ പോയി ഗവേഷണം നടത്തിയതാ, അവിടുത്തെ കല്ലുമണ്ണ് വാരി പരിശോധിച്ചതാ. പക്ഷേ അതൊന്നുമല്ല അത്ഭുതം. ഞാൻ അവിടെ ചെന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എനിക്ക് മനസ്സിലായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ആ അത്ഭുതം എന്നാണെന്നറിയാമോ? ഇവിടെ നിന്ന് മേപ്പോട്ട് നോക്കിയാൽ ആ കത്തി നിൽക്കുന്ന ചന്ദ്രനെയും ആ ചന്ദ്രനേക്കാൾ വലിപ്പമുള്ള ഈ ഭൂമിയെയും ഭൂമിയേക്കാൾ 1000-10,000 മടങ്ങ് വലിപ്പമുള്ള സൂര്യനെയും സൂര്യനേക്കാൾ 10,000 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്ര ജാലങ്ങളെയും സൗരയുധങ്ങളെയും താരാപഥങ്ങളെയും എന്നു വേണ്ട ചരാചര നിമിത്തമായ സകല പ്രപഞ്ചത്തെയും ഉളവാകട്ടെ എന്ന ഒറ്റ വാക്കിൽ ഉളവാക്കിയ സൃഷ്ടാവും സർവശക്തനും പരമകാരുണികനുമായ ദൈവം പാപത്തിൽ ആണ്ടുപോയ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഈ താണ ലോകത്തിലൊരു മനുഷ്യനായി വന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ആ അത്ഭുതമാ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് സ്നേഹിത, അവനെ ഒരു പ്രവാചകനായി മാത്രം കാണല്ലേ, അവനെ ഒരു മനുഷ്യനായി മാത്രം കാണല്ലേ, അവനെ ഒരു ഐതിഹ്യമായി മാത്രം കാണല്ലേ, അവനെ ഒരു ചരിത്രമായി മാത്രം കാണല്ലേ. അങ്ങനെയൊക്കെ കാഴ്ചപ്പാടുകൾ നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്നത് പിശാചാണ്. ഇന്ന് രാത്രി തിരിച്ചറിയുക, അവൻ നിന്റെ വിമോചനത്തിന് വേണ്ടി, അവൻ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മഹത്വം മാറ്റി താണ ലോകത്തിലേക്ക് വന്ന നിന്റെ രക്ഷകനാണ്. അവന് വേണ്ടി ഹൃദയത്തെ കൊടുക്കാൻ, അവനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുവാൻ ഇന്ന് രാത്രി ആരാണ് തയ്യാറ്? ഇതാണ് രക്ഷാ ദിവസം, ഇതാണ് സുപ്രസാദകാലം. ഇത്ര വലിയ രക്ഷകന്യമാക്കാതെ തെറ്റിയൊഴിയാനല്ല, അവനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുവാൻ ഇന്ന് രാത്രി ആരുണ്ട്? നിന്റെ സകല തകർച്ചകൾക്കും പരിഹാരം തരാൻ, നിന്റെ സകല കയ്പുകൾക്കും മധുരം തരാൻ, നിന്റെ സകല നഷ്ടങ്ങളെയും ലാഭമാക്കി മാറ്റാൻ, നിന്റെ സകല കൂരലുകളെയും മധ്യാഹ്നം പോലെ പ്രകാശിപ്പിക്കുവാൻ, നിന്റെ സകല ചോദ്യത്തിനും ഉത്തരം തരാൻ, നിന്റെ സകല ശാപത്തിനും മോചം തരാൻ, നിന്റെ സകല പാപത്തിനും പരിഹാരം തരാൻ ഞാൻ ചങ്കുപൊട്ടി വിളിച്ചു പറയുന്ന യേശുക്രിസ്തു മതിയായ രക്ഷകനാണ്. അവൻ ക്രിസ്ത്യാനിയുടെ മാത്രം ദൈവമല്ല, അവൻ ക്രൈസ്തവന്റെ മാത്രം ഉദ്ധാരകനല്ല, അവനിൽ വിശ്വസിക്കുന്ന സകലർക്കും അവൻ രക്ഷയും നിത്യജീവനും കൊടുക്കുന്ന പരമകാരുണികനായ രക്ഷകനാണ്. എല്ലാരും നിന്നെ തള്ളിക്കളഞ്ഞോ? മുട്ടിയ വാതിലുകളെല്ലാം അടഞ്ഞോ? നീ മാറാരോഗിയാണോ? നീ മദ്യപാനിയാണോ? നീ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാണോ? ദുഷിച്ച ബന്ധങ്ങൾക്കകത്തേക്ക് താണുപോയോ? നിന്റെ കുടുംബം തകർന്നിരിക്കുന്നു, നിന്റെ തലമുറയുടെ ഭാവി വഴിയാധാരമായിരിക്കുന്നു. മാറാരോഗം നിന്നെ വള്ളിക്കെട്ട് പോലെ ചുറ്റിപ്പിടിച്ച് ആയുസിന് വൈദ്യന്മാർ വിധി കൽപ്പിച്ച് മരണത്തിന്റെ നാളെണ്ണി ഭീതിയോടെ കഴിയുന്ന വ്യക്തിയാണോ? ഒരു പുതിയ ജീവിതം നിനക്ക് തരാൻ, ഒരു പുതിയ തുടക്കം നിനക്ക് തരാൻ സ്നേഹിത യേശു മതിയായ രക്ഷകനാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി. നിന്നെ തകർത്ത സകല പഴയ പാപബന്ധനങ്ങളെയും മാറ്റി നിന്നൊരു പുതിയ സൃഷ്ടിയാക്കാൻ യേശു മതിയായ രക്ഷകനാണ്. അവിടുന്ന് വേഷത്തിൽ മനുഷ്യനായി
2 മിനിറ്റിനകത്ത് ഞാൻ നിർത്താം. എന്തുകൊണ്ടാണ് അവിടുന്ന് വേഷത്തിൽ മനുഷ്യനായത്? യേശുക്രിസ്തു വേഷത്തിൽ മനുഷ്യനായത് ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്, മരിക്കാനാണ്. അവിടുന്ന് ദൈവമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി മരിക്കാൻ പറ്റത്തില്ല. പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിപ്പാൻ മറ്റൊരു മാർഗമില്ലാതിരുന്നപ്പോൾ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി സ്വയം യാഗമാകുവാൻ അവിടുന്ന് തീരുമാനിച്ചു. വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു. അപ്പോൾ അവിടുന്ന് വേഷത്തിൽ മനുഷ്യനായത് മരിക്കാനാണ്. ചിലർ ചോദിക്കാറുണ്ട്, ക്രിസ്തു ദൈവമാണോ? യേസ്, ദൈവം തന്നെ. അങ്ങനെയെങ്കിൽ ദൈവത്തിന് മരിക്കാൻ കഴിയുമോ? ദൈവത്തിനൊരിക്കലും മരിക്കാൻ കഴിയത്തില്ല. അപ്പം ക്രിസ്തു മരിച്ചില്ലേ? മരിച്ചു. അവിടുന്ന് എങ്ങനെയാണ് ദൈവമാകുന്നത്? ദൈവത്തിന് മരിക്കാൻ കഴിയും. അതിൻ്റെ ഉത്തരമാണ് വേഷത്തിൽ അവിടുന്ന് ആരായി? മനുഷ്യനായി. വേഷത്തിൽ മനുഷ്യനായപ്പോൾ മരിക്കാനുള്ള അവകാശം അവൻ നേടിയെന്നാണ്. ഇനി വേഷത്തിൽ മനുഷ്യനായോണ്ട് മരിക്കണമെന്നില്ലല്ലോ. അവിടെയും മാനുഷികമായി ചിന്തിച്ച വിരോധാഭാസമുണ്ട്. പാപത്തിൻ്റെ ശമ്പളമല്ലേ മരണം. അപ്പൊ വേഷത്തിൽ മനുഷ്യനായി യേശു മരിച്ചത് പാപിയായതുകൊണ്ടാണോ? അല്ല, പാപിയായതുകൊണ്ടല്ല. യേശു പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. അവനെ വിധിച്ച ഒറ്റ കോടതികൾക്കും ഒരു കുറ്റവും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല. പീലാത്തോസ് പറഞ്ഞത് നീതിമാനാണ്, കുറ്റമില്ലാത്തവനാണ്. യേശു പറഞ്ഞത് നിങ്ങളിൽ ആർ എൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? പരിശുദ്ധനാണവൻ, പരിശുദ്ധനാണവൻ, പരിശുദ്ധനാണവൻ. അവൻ വിശുദ്ധനാണ്, വിശുദ്ധനാണ്, വിശുദ്ധനാണ്. പിന്നെ അവിടുന്ന് മരിച്ചത് എങ്ങനെയാണ്? പാപം ചെയ്തത് കൊണ്ടല്ല. പാപത്തിന്റെ കൂലിയാണ് മരണമെങ്കിൽ അവിടുന്ന് മരിച്ചത് പാപം ചെയ്തത് കൊണ്ടോ പാപിയായതുകൊണ്ടോ അല്ല പ്രിയരെ. ഗെത്സമനയിലേക്ക് വന്ന് ഞാൻ നിർത്താം. ക്രൂശീകരണത്തിന് മുമ്പ് ഗെത്സമനയിൽ യേശു പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായത്തിൽ ആ പ്രാർത്ഥനയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടുന്ന് പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു പ്രതിഭാസവനിലുണ്ടായി. വിയർപ്പിന് പകരം രക്തത്തുള്ളി പോലെ പുറത്തേക്ക് വന്നു. എന്തുകൊണ്ട് ഗെത്സമനയിൽ പ്രാണവേദനയായി? ഗെത്സമനയിലെ പ്രാണവേദനയിൽ എന്തുകൊണ്ട് വിയർപ്പിന് പകരം രക്തം പുറത്തേക്ക് വന്നു? കാരണമുണ്ട്. ഒരു പ്രവചനം അവനെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചു നിർത്തിയായി. ആ പ്രവചനം എന്താ? യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ ശമ്പളം നരകമാകുന്ന നിത്യമരണമാണെങ്കിൽ പാപം നരകമാകുന്ന നിത്യമരണത്തിലേക്ക് ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെ കൊണ്ടുപോകാതിരിക്കാൻ അവരുടെ സകല പാപവും കാൽവറിയിൽ അവൻ ഏറ്റെടുത്തു. പാപത്തിൻ്റെ കൂലിയാണ് മരണമെങ്കിൽ മനുഷ്യൻ്റെ സകല പാപവും വഹിച്ച് പാപമാകുന്ന മരണം മനുഷ്യനെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കേണ്ടതിന് അവരുടെ പാപം വഹിച്ച് കാൽവറിയിൽ അവൻ പരമയാഗമായി. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ മരിച്ചു. എങ്ങനെ മരിച്ചു? 5480 മുറിവുകളേറ്റവനായി, പുറത്തു മാത്രം 180 പരമാഴമുള്ള മുറിവുകളേറ്റവനായി, 17 മുള്ളുകൾ തലയിൽ ആഴ്ന്നിറങ്ങിയവനായി, 17 മണിക്കൂർ വെള്ളം കിട്ടാതെ ദാഹിച്ചു വലഞ്ഞവനായി, 6.5 ലിറ്റർ രക്തം ചിന്തപ്പെട്ടവനായി, 15 അടി നീളം 6 അടി വീതിയുള്ള 3 ഇഞ്ച് വണ്ണവും 6 ഇഞ്ച് നീളവുമുള്ള 3 കരിരുമ്പാണിമേൽ വാണിനും ഭൂമിക്കും മധ്യേ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് തൂങ്ങി മരിച്ചു. അന്ന് രാത്രിയിൽ ഏത് പാപിക്കും കാൽവറിയുടെ ചുവട്ടിലേക്ക് വന്നാൽ പാപത്തിന് മോചനമുണ്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ, മനുഷ്യകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചവൻ, അടക്കപ്പെട്ടുവെങ്കിലും 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ ഉയർപ്പിനൊരു മനുഷ്യന്റെ കരത്തിനും പങ്കില്ല. ആത്മാവ് അവനെ ഉയർപ്പിച്ചു, പിതാവ് അവനെ ഉയർപ്പിച്ചു, അവൻ ഉയർത്തു. ബൈബിൾ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചവൻ, മനുകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചവൻ, 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവൻ ചില ദിവസങ്ങൾ വത്സല ശിഷ്യവൃന്ദങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് തന്നെ അനുഗമിക്കുന്ന അഖിലകൂടി ജനവിഭാഗങ്ങളോട് ഒരു വാഗ്ദാനം പറഞ്ഞിട്ടാണ് അവിടുന്ന് പോയത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. എന്നെ അനുഗമിക്കുന്ന ജനകോടികളെ, ലോകം നിങ്ങൾക്ക് ശാശ്വതമല്ല. ശാശ്വതമായ ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകുകയാണ്. ഞാൻ പോയി സ്ഥലമൊരുക്കിയ ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പോയതുപോലെ നിങ്ങളെ ചേർക്കാൻ വീണ്ടും വരും. ഇതുവരെ വന്നിട്ടില്ല. 2023 വർഷങ്ങൾക്ക് പുറകിൽ പറഞ്ഞിട്ട് പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. എന്തേ വരാത്തത്? ഞാൻ പറയാം. അവിടുന്ന് പോഷ്ക്ക് പറയുന്ന ദൈവമല്ല. അവിടുന്ന് ലോകത്തിൽ ജനിക്കുമെന്ന് പറഞ്ഞിട്ട് ജനിച്ചെങ്കിൽ, മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ചെങ്കിൽ, ഉയർക്കുമെന്ന് പറഞ്ഞിട്ട് ഉയർത്തെങ്കിൽ, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോയെങ്കിൽ, തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ അവിടുന്ന് വീണ്ടും വരും. ഇന്ന് രാത്രിയിൽ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അവിടുന്ന് വീണ്ടും വന്നാൽ അവനെ എതിരേൽപ്പാൻ ഒടുക്കപ്പെടുന്ന വിശുദ്ധന്മാരിൽ ഞാൻ കാണുമെന്ന് പ്രാഗൽഭ്യമുള്ളവർ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. 2 കാര്യം നടക്കും. ഒന്നെങ്കിൽ യേശു വരും, അല്ലെങ്കിൽ നാം മരിക്കും. ഓർക്ക്, സകല ലോകത്തേക്കാൾ വിലയേറിയ ഒരാത്മാവ് നിന്റെ അകത്തുണ്ട്.
ആത്മാവ് കെടാത്ത തീയും ചാകാത്ത പുഴുവും അമിക്കുന്ന കത്തുന്ന നരകത്തിലേക്ക് നിത്യയാതനാ സ്ഥലത്തേക്ക് പോകാതിരിക്കാൻ നിന്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവസാനത്തുള്ളി ചോരക്കാൽ വഴിയൊഴുക്കി നിനക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച് എന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ നിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. യേശുവേ, ഞാനൊരു പാപിയാണ്, പാപം തകർത്ത ജീവിതത്തിൻ്റെ ശിഷ്ടായുസിൻ്റെ ഉടമയാണ്. വൈകിയാണെങ്കിലും ഞാൻ അറിയുന്നു അങ്ങൻ്റെ പാപത്തിൻ്റെ മോചകനാണ്. അങ്ങേക്കായി എൻ്റെ ഹൃദയവാതിൽ തുറക്കുന്നു. ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ജനിക്കും മുമ്പ് എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ അങ്ങ് ഏറ്റെടുത്തു. അങ്ങെനിക്ക് വേണ്ടി കാൽവറിയിൽ രക്തമൊഴുക്കി. ആ രക്തത്തിലൂടെ എൻ്റെ പാപത്തെ കഴുകി എന്നെ ഞങ്ങളുടെ മകനും മകളും അങ്ങൊരുക്കുന്ന നിത്യരാജ്യത്തിൻ്റെ അംശയാക്കി മാറ്റണമേ എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതാ രക്ഷാ ദിവസം, ഇതാ സുപ്രസാദകാലം. ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ തെറ്റിയൊഴിയാണല്ല. ഇതാ രക്ഷകൻ നിന്റെ ചാരി, അവന് വേണ്ടി ഹൃദയം തുറക്കുക. കണ്ണുകളടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം.